നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമീൻ. ഞങ്ങളുടെ പ്രകാശവും ജീവനുമായ കർത്താവായ യേശു മിശിഹ, നിന്റെ സന്നദ്ധിയിൽ ഞങ്ങളെ വീണ്ടും കൂട്ടിവരുത്തിയതിനായി തിരുനാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, കലുഷമായ ഈ യുഗത്തിൽ ശാന്തമായി നിന്റെ ശബ്ദം കേൾക്കുവാനും നിന്റെ സൗന്ദര്യം കാണുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. കർത്താവെ, യുദ്ധത്തിൻ്റെ കെടുതികളിൽപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും അവിടുന്ന് ബലപ്പെടുത്തുകയും വഴി നടത്തുകയും ചെയ്യണമേ. യുദ്ധഭീതിയിൽ ആകുലചിത്തരായിരിക്കുന്ന മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും ബന്ധുജനങ്ങളെയും എല്ലാം കർത്താവെ അവിടുന്ന് തന്നെ താങ്ങിക്കൊള്ളണമേ. ഭരണാധികാരികൾക്ക് ശരിയായ വിവേകവും സുബോധവും നൽകി വിനാശകരമായ പ്രവർത്തനങ്ങളിൽ നിന്നും ആയുധങ്ങളുടെ തെറ്റായ ഉപയോഗത്തിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കണമേ. കർത്താവെ, ഈ ലോകത്തെ നീ സ്നേഹത്തോടെ സൃഷ്ടിച്ചു, സ്നേഹത്തോടെ അതിനെ പരിപാലിക്കുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ ഭരണകർത്താക്കളെയും ശക്തരാക്കണമേ. ഈ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കുന്നതിനും മനുഷ്യർ സമാധാനപൂർണമായി ജീവിക്കുന്നതിനും കർത്താവെ ഇടയാക്കണമേ. ഇന്ന് ഭാവി തലമുറയുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും പരിശീലനത്തെക്കുറിച്ചും ഞങ്ങളുടെ എളിയ ചിന്തകളിൽ വരുന്ന കാര്യങ്ങൾക്ക് അവിടുന്ന് പ്രകാശം നൽകണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ പ്രകാശിപ്പിച്ച് ഞങ്ങൾക്ക് വഴി കാണിച്ചു തരണമേ. ഞങ്ങളും ഞങ്ങളുടെ വാങ്ങിപ്പോയവരും ഒരുമിച്ച് നിനക്കും നിന്റെ പിതാവും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ആമേൻ. ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, കുറച്ച് ഇടവേളയ്ക്ക് ശേഷമാണ് സോപാന അക്കാദമിയുടെ ഒരു പൊതുവായ സമ്മേളനത്തിൽ നമ്മൾ സംബന്ധിക്കുന്നത്. പല കാര്യങ്ങളും നമ്മുടെ ചിന്തയ്ക്കും ധ്യാനത്തിനും വേണ്ടി ഇടയ്ക്ക് പോസ്റ്റ് ചെയ്യാറുണ്ട്, അത് പലരും ശ്രദ്ധിക്കാറുമുണ്ട്. എന്നാൽ നമ്മൾ വലിയ നോമ്പിൽ ഇങ്ങനെ കൂടുകയും തിരുവചനം ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു രീതി നമുക്ക് ഉണ്ട്. ഇപ്രാവശ്യം അങ്ങനെ എല്ലാ ആഴ്ചയിലും അത് സാധിക്കുന്നില്ല എങ്കിലും പല ധ്യാന ചിന്തകളും നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ കൂടിയിരിക്കുന്ന പ്രധാനമായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളുടെ, പ്രത്യേകിച്ചും പുതിയ തലമുറയുടെ ആധ്യാത്മിക പരിശീലനത്തെക്കുറിച്ച് ചിന്തിക്കുവാനാണ്. ഞാനിത് പറയുമ്പോൾ എനിക്ക് ഒരു അപൂർണതാ ബോധമുണ്ട്. കാരണം കുഞ്ഞുങ്ങളാണ് നമ്മുടെ ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഈ ചിന്തയുടെ ലക്ഷ്യമായിരിക്കുന്നത്. അവരെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തി എങ്ങനെയാണ് നമുക്കിത് ചിന്തിക്കാൻ സാധിക്കുന്നതെന്നുള്ളത് ഒരു പ്രധാന വിഷയമാണ്. ഇപ്പോൾ നമ്മൾ കൂടിയിരിക്കുന്നത് എന്നെപ്പോലെ നല്ല പ്രായം കടന്നവരും കുറേ കൂടി താഴ്ന്നവരും യുവജനങ്ങളുമൊക്കെയാണ് കൂടുതലുമുള്ളത്. എങ്കിലും വളരുന്ന തലമുറയ്ക്ക് നമ്മൾ എന്താണ്, എങ്ങനെയാണ് യേശുവിൻ്റെ സുവിശേഷം അവരിലേക്ക് വ്യാപരിപ്പിക്കേണ്ടത്, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ചോദ്യം എപ്പോഴും ഉണ്ടായിരുന്നു, എല്ലാ തലമുറകളിലും ഉണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ തലമുറയ്ക്ക് ഒരു പ്രത്യേകതയുള്ളത്, ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വികസിപ്പിച്ച ഈ പുതിയ സംവിധാനങ്ങളെല്ലാം തന്നെ ഏറ്റവും അധികം ബാധിക്കുന്നതും അതിനാൽ ആകർഷിക്കപ്പെടുന്നതും നമ്മുടെ പുതിയ തലമുറയാണ്. അവർക്കാണ് ഇതിനെക്കുറിച്ച് ജ്ഞാനമുള്ളതും കൂടുതൽ. അതുകൊണ്ട് ഒരു പുതിയ ലോകക്രമത്തിലാണ് അവർ ജീവിക്കുന്നത്. നമ്മുടെ ലോകത്തിലല്ല, സാധാരണ ലോകത്തിലല്ല. They live in a different world when they get into the social media and the many windows of the internet. ഇത് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ വളരെ വിനയത്തോടു കൂടി നമ്മൾ നമ്മുടെ അപൂർണത അറിഞ്ഞുകൊണ്ട് തന്നെ വേണം നമ്മൾ ചർച്ച ചെയ്യാൻ. എങ്കിലും കുറേ ജീവിത അനുഭവമുള്ളവരെന്നുള്ള നിലയ്ക്കും അതുപോലെ ശിശുക്കളെയും
കുഞ്ഞുങ്ങളെയും നയിക്കുവാൻ ചുമതലയുള്ളവരെന്നുള്ള നിലയ്ക്കും നമുക്കിതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ഇംഗ്ലീഷിൽ പെഡഗോജി എന്നുള്ള ഒരു വാക്ക് സാധാരണ BEdനും ഒക്കെ പഠിക്കുന്നവരെപ്പോഴും ഉപയോഗിക്കും. അത് പെഡഗോജി എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം നമുക്ക് വിദ്യാഭ്യാസം എന്നാണ് പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ടീച്ചിങ് എന്നാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിലും ആ വാക്കിൻ്റെ അത് ഗ്രീക്ക് വാക്കാണ്. ആ ഗ്രീക്ക് വാക്കിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ശിശുക്കളെ നയിക്കുക എന്നുള്ളതാണ്. പെഡഗോഗോസ് എന്നുള്ളത് വേദപുസ്തകത്തിൽ പൗലോസ്ലീഹ ഉപയോഗിക്കുന്നുണ്ട്. ന്യായപ്രമാണം നമുക്ക് ഒരു പൈഡഗോഗോസ് ആയിട്ടാണ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളെ അക്ഷരം പഠിപ്പിക്കുകയും നമുക്ക് അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം നൽകുകയും ചെയ്യുന്നയാളാണ് പൈഡഗോഗോസ്. അതിൽ നിന്നാണ് പെഡഗോജി എന്നുള്ള വാക്ക് ഉണ്ടായത്. ശിശുക്കൾക്കുള്ള വിദ്യാഭ്യാസ ക്രമം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. നമുക്കറിയാം, എല്ലാ സംസ്കാരങ്ങളിലും അങ്ങനെ ശിശുക്കളെ പഠിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിൽ ആശാന്മാരെന്ന് പറയും. അവരെ ആശാൻ എന്ന് പറഞ്ഞാൽ അടിസ്ഥാന വിദ്യാഭ്യാസം നൽകുന്നയാളാണ്. പിന്നെയാണ് അധ്യാപകരും പ്രൊഫസേഴ്സും ഒക്കെ വലിയ ഗുരുക്കന്മാരും ഒക്കെ വരുന്നത്. അപ്പം ഇത് ക്രിസ്തീയ സഭയുടെ സുപ്രധാനമായ ധർമ്മങ്ങളിൽ ഒന്ന് യേശുവിൻ്റെ സുവിശേഷവും അതിൻ്റെ അർത്ഥവും സാരാംശവും പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഇത് യഹൂദന്മാർക്ക്, നിങ്ങൾക്കറിയാം, പഴയ നിയമം വായിക്കുമ്പം യഹൂദന്മാർക്ക് അതിന് പ്രത്യേകമായ ചില ക്രമങ്ങളുണ്ടായിരുന്നു. പെസഹ വരുമ്പോഴത്തേക്ക് അവർ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കുകയും അരയ്ക്ക് കെട്ടി വടിയും കയ്പ് ചീരയും ഒക്കെ കഴിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ ചോദിക്കും, ഇതൊക്കെ എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അതൊരു പ്രിടെക്സ്റ്റാണ്. അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ നമ്മുടെ പൂർവികർ ഈജിപ്തിൽ അടിമകളായിരുന്നു. ഫറവോ രാജാവിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മുടെ ആചാര്യനായ മോശ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രകാരം നമ്മളെ വിടുവിച്ചു കൊണ്ടുവന്നു. ഇങ്ങനെയുള്ള കഥകൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പം ഇതൊരു തരത്തിൽ പറഞ്ഞാൽ സാധനാ പാഠമാണ്, ഒബ്ജക്റ്റീവ് ലെസൺസ് ആണ്. നമ്മൾ ചെയ്ത് കാണിക്കുന്നതിലൂടെ, പ്രവർത്തിക്കുന്നതിലൂടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊരു ഏൻഷ്യൻ ടെക്നിക്കാണ്. ക്രിസ്തീയ സഭയിൽ നമുക്കും അത് അങ്ങനെയുണ്ട്. ഇപ്പോൾ നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് കുഞ്ഞുങ്ങൾ വരുന്നു, അതുപോലെ സഭയുടെ മറ്റ് അനുഷ്ഠാനങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ അവരതിൽ പങ്കെടുക്കുന്നു. അപ്പം അവർക്ക് നമ്മൾ സൺഡേ സ്കൂളിലൂടെയും ഭവനങ്ങളിലൂടെയും ഒക്കെ നമ്മളിത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണം. അതിനിപ്പം നമ്മുടെ എല്ലാ മാതാപിതാക്കളും അതിന് സജ്ജരാണോ? അതിനുള്ള സന്നാഹങ്ങൾ, എക്വിപ്മെൻ്റ് അവർക്കുണ്ടോ എന്നുള്ളതൊക്കെ ചോദ്യമാണ്. അപ്പം വൈദികരുടെ ഒരു പ്രധാനപ്പെട്ട ചുമതല ഈ സംരംഭത്തിൽ ആവശ്യമായ സന്നാഹങ്ങൾ, എക്വിപ്മെൻ്റ് നമ്മുടെ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഒക്കെ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. സോപാൻ അക്കാദമിയുടെ ലക്ഷ്യങ്ങളിൽ ഒന്ന് അതാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് വളരെ സന്തോഷമുണ്ട്. കുറേ ആഴ്ചകൾക്ക് മുൻപാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ബിജേഷ് ഫിലിപ്പച്ചൻ്റെ റിഡംറ്റീവ് റിമംബറൻസ് എന്ന് പറയുന്ന വളരെ ഗൗരവമായിട്ട് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് ഗൗരവമായിട്ട്, അതേസമയം തന്നെ പുതിയ തലമുറയ്ക്ക് മനസ്സിലാകുന്ന വിധം അച്ഛൻ അത് വ്യാഖ്യാനിക്കുകയും അതിനെക്കുറിച്ച് നിങ്ങൾ അറിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ദിവസം, ഇപ്പോഴത്തെ നമ്മുടെ ഈ സെഷനിൽ ബഹുമാനപ്പെട്ട ബിജേഷ് ഫിലിപ്പച്ചൻ തന്നെ ഒരു മുഖ്യ സന്ദേശം ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് നൽകും. നിങ്ങൾക്ക് പ്രത്യേകിച്ച് അച്ഛനെ പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല. നമ്മുടെ നാഗ്പൂർ സെമിനാരിയുടെ പ്രിൻസിപ്പലായിരുന്നു. ഇപ്പോൾ കോട്ടയം സെമിനാരിയിൽ തിയോളജി പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ നിരവധി ചുമതലകൾ അച്ഛന് ഏറ്റിട്ടുണ്ട്. മലങ്കര സഭയുടെ ഇംഗ്ലീഷ് വേർഷൻ ഇങ്ങനെയുള്ള, അതുപോലെ ഇടവക നടത്തുന്നുണ്ട്. അതുകൊണ്ട് അച്ഛൻ്റെ അനുഭവജ്ഞാനവും ചിന്തകളും പ്രതിഫലിപ്പിക്കാനായിട്ടുള്ള ഒരു സെഷൻ കൂടിയാണ് ഇത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അതുപോലെ തന്നെ അച്ഛൻ്റെ സന്ദേശത്തോടൊപ്പം വേറെ 2 ആളുകൾ കൂടി അവരുടെ അനുഭവങ്ങളും ചിന്തകളും പങ്കുവെക്കുന്നുണ്ട്. ഒന്ന് തിമോത്തി തോമസ് ടെനി അച്ഛനെന്ന് ഞങ്ങൾ വിളിക്കുന്ന, സ്നേഹപൂർവ്വം വിളിക്കുന്ന
തിമോത്തി അച്ഛൻ ഇപ്പോൾ അമേരിക്കയിലാണ്. അദ്ദേഹം അവിടെ തിയോളജി യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നുണ്ട്, പാരീഷ് നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത നാളുകളിൽ ഇറങ്ങിയ ഒരു പുസ്തകമുണ്ട്, ദി വിസ്പേഴ്സ് ഓഫ് റിപ്പൻറ്റൻസ്. അതായത് നമ്മുടെ പഴയ ആചാര്യന്മാരെ, പ്രത്യേകിച്ചും സന്യാസാശ്രമങ്ങളിൽ മരുഭൂമിയിലൊക്കെ ജീവിച്ചിരുന്ന പിതാക്കന്മാരുടെയും അമ്മമാരുടെയും ഒക്കെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെറുപ്പക്കാർക്കും അല്ലാത്തവർക്കും എന്താണ് നമ്മുടെ ഏൻഷ്യൻ്റ് ക്രിസ്ത്യൻ വിസ്ഡം എന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയാണ്. അതൊരു ചെറിയ പുസ്തകമാണ്, വലിപ്പത്തിൽ, എന്നാൽ അതിൽ വളരെ ആഴമായ സംഗതികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ബഹുമാനപ്പെട്ട റിജോ ഗീവറീസ് അച്ഛനെ നാഗ്പൂർ സെമിനാരിയിൽ പഠിച്ചു. ഇവിടെ കോട്ടയത്ത് ഫെഡറേറ്റഡ് ഫാക്കൽറ്റിയിൽ നിന്ന് MTH കഴിഞ്ഞു. ഇപ്പോൾ സോപാന അക്കാദമിയിൽ ഞങ്ങളോടൊപ്പം അതിൻ്റെ സേക്രഡ് ആർട്ട് വിങ്ങിൻ്റെ കോർഡിനേറ്ററായും പിന്നെ അക്കാദമിയുടെ പൊതുപ്രവർത്തനത്തിൽ ലീഡറായും ഒക്കെ അച്ഛൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ ഒരു എക്സിബിഷൻ, ഐക്കണോഗ്രഫി എക്സിബിഷൻ കോട്ടയത്ത് വളരെ വിജയകരമായിട്ട് നടന്നു എന്നുള്ളതും നിങ്ങൾക്ക് പലർക്കും അറിയാം. അച്ഛൻ്റെ പുതിയ പുസ്തകം ദി ലിറ്റിൽ സീക്കേഴ്സ് എന്നാണ്. ചെറിയ അല്ലെങ്കിൽ കുട്ടികളായ അന്വേഷകർ, ദി ലിറ്റിൽ സീക്കേഴ്സ്. അത് ഈ പറഞ്ഞതുപോലെ വെറും വാക്ക് മാത്രമല്ല, അതൊരു ഗ്രാഫിക് ബുക്കാണ്. ചിത്രങ്ങളിലൂടെ കുഞ്ഞുങ്ങൾ വലിയ ആചാര്യന്മാരോടും വേദപണ്ഡിതന്മാരോടും ഒക്കെ സംവദിക്കുകയാണ്, ചോദ്യങ്ങൾ ചോദിക്കുകയും അവർക്ക് ഉത്തരം അവർ നൽകുകയും ചെയ്യുകയാണ്. ഇത് നമ്മുടെ സഭയിലെ മാത്രമല്ല, ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭയിലെ, കോപ്റ്റിക്, എത്യോപ്യൻ തുടങ്ങിയ സഭകളിലെ പിതാക്കന്മാരെയും, അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് ആധുനിക കാലത്ത് നമ്മുടെ പിതാക്കന്മാരായിരുന്ന അഭിമന്യ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി, ഭിലായിലെ തേവദൂസോസ് തിരുമേനി തുടങ്ങിയവരുമായിട്ടുള്ള സംവാദങ്ങളും ഉണ്ട്. അപ്പോൾ അത് പഴയതുമാണ് പുതിയതുമാണ്, പുരാതനവും ആധുനികവുമായവയുടെ ഒരു സമ്മേളനം കൂടിയാണ് ലിറ്റിൽ സീക്കേഴ്സിൻ്റെ അച്ഛനെ വരച്ച് കാണിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്ക് വാക്കുകളേക്കാൾ പ്രധാനം ഇമേജസ് ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആ ഒരു മെത്തേഡാണ് അവിടെ ഉപയോഗിച്ചേക്കുന്നത്. ഇപ്പോൾ ഈ പുസ്തകത്തെക്കുറിച്ചല്ല ഇപ്പോൾ അവർ പ്രധാനമായിട്ടും പറയുന്നതെങ്കിലും ഞാനത് അവതാരകൻ എന്നുള്ള നിലയ്ക്ക് അതൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ പുസ്തകങ്ങൾ ലഭ്യമാകും, അത് വാങ്ങിച്ച് ഉപയോഗിക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് കൈമാറി കൊടുക്കുകയും ചെയ്യണമെന്നും ഞാൻ സ്നേഹപൂർവ്വം അപേക്ഷിക്കുകയാണ്. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്ന ഈ അവസരത്തിൽ ഈ കുഞ്ഞുങ്ങളുടെ, പുതിയ തലമുറയുടെ ആധ്യാത്മിക പരിശീലനം, വിദ്യാഭ്യാസം എന്നുള്ളതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട വിജേഷ് ഫിലിപ്പച്ചൻ അവതരണം നടത്തും. മറ്റേ രണ്ടുപേരുടെ കൂടി അവതരണങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഡിസ്കഷന് സമയമുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഏതാണ്ട് ഒരു 20 മിനിറ്റോളം ബഹുമാനപ്പെട്ട വിജേഷ് അച്ഛൻ സംസാരിക്കുകയും മറ്റുള്ളവർ ഒരു 15 മിനിറ്റ് വീതം സംസാരിക്കുകയും ചെയ്താൽ നമുക്ക് ഡിസ്കഷന് ധാരാളം സമയം പിന്നീട് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് സന്തോഷപൂർവ്വം ബഹുമാനപ്പെട്ട വിജേഷ് അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. ബഹുമാനപ്പെട്ട KM ജോർജ് അച്ഛൻ, തിമോത്തി ടെനി തോമസ് അച്ഛൻ, റിജോ ഗീവർഗീസ് അച്ഛൻ, മറ്റ് വൈദികരെ, സഹോദരങ്ങളെ, സ്നേഹിതരെ, ബഹുമാനപ്പെട്ട KM ജോർജ് അച്ഛന് ഇന്നത്തെ നമ്മളുടെ പ്രധാനപ്പെട്ട തീം സംബന്ധിച്ചൊരു നല്ല ഇൻട്രൊഡക്ഷൻ നൽകിക്കഴിഞ്ഞു. കർത്താവ് ശിശുക്കളെ പഠിപ്പിക്കുന്ന കാര്യം മാത്രമല്ല, ശിശുക്കളിൽ നിന്ന് പഠിക്കണമെന്നും കൂടെ നമ്മളെ ഓർപ്പിച്ചതും പ്രത്യേകിച്ച് ഈ നോൻപിലൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. ശിശുക്കളെ പോലെ തിരിഞ്ഞു വരാനായിട്ടുള്ള ഒരു പരിശീലനത്തിൻ്റെ മാർഗത്തിലാണ് നമ്മൾ ഈ നോയമ്പിൻ്റെ കാലഘട്ടം എന്നുള്ളതും ഓർക്കാം.
At the same time, as Sachin rightly mentioned, we are discussing one of the primary tasks of the church, edification of the new generation. Great ancient Christian teachers have emphasized the importance of imparting spiritual wisdom to the faithful, especially the children and the youth. So this is a teaching about the basics of the glorious faith and the practices we have inherited from the ancient Christian community, and also about the significance of these today. Christian faith is based on the apostles' unique experience of the divine self-revelation of God in Christ. Thus, the church and its profound spiritual practices developed as a response to this divine initiative that a few representatives of mankind could hear, see and touch. പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ ഒന്നാമത്തെ തൻ്റെ ലേഖനത്തിൻ്റെ ആരംഭത്തിൽ പറയുന്നുണ്ടല്ലോ, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും അല്ലേ, ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ഞങ്ങൾക്ക് അത്ര ആഴമായ ഒരു അനുഭവമുണ്ടായി എന്ന് പറയുന്നു. ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിലാണല്ലോ വിശ്വാസം രൂപപ്പെട്ടതൊക്കെ തന്നെ. The church gave expression to this faith experience through the formation of the Bible, especially the New Testament, liturgical practices, the creed, and the lives of the saints can also be considered as an expression of this faith. The Holy Spirit, who inspired the formation of these expressions, continues to interpret these and make these relevant today in the midst of various challenges. വിശ്വാസത്തിൻ്റെ പ്രതിഫലനങ്ങളായ ബൈബിളും ആരാധനയും വിശ്വാസപ്രമാണവും വിശുദ്ധന്മാരുടെ ജീവിതവും അതിൻ്റെ എല്ലാം പിന്നിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനം നാം കാണുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻസ് ആണ്. ആ പരിശുദ്ധാത്മാവ് ഇന്ന് അവയെ ഉപയോഗിച്ചുകൊണ്ട് സഭയിൽ ആത്മീയ പരിശീലനം നടത്തുകയാണ്. അപ്പം അതിലാണ് നാം ഒക്കെ പങ്കുചേരുന്നത്. The benefit of this faith is human transformation and deification in communion with the triune God. This can also be understood as becoming like Christ or Christification, which is also another term for human fulfillment or humanization. Such transformation is the true secret of success and happiness. But when our popular culture presents some other goals as the dazzling ones, for example, maximization of purchasing power and luxury, the temptation is to belittle or marginalize true priorities of life and thus to over-glorify secondary greatness of life. Primary greatness of ലൈഫിനെ നിസ്സാരവൽക്കരിക്കാനും ദ്വിതീയ മഹത്വത്തെ സെക്കൻഡറി ഗ്രേറ്റ്നെസ് ഓഫ് ലൈഫിനെ ഓവർ ഗ്ലോറിഫൈ ചെയ്യാനും നിർബന്ധിക്കുകയും പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പോപ്പുലർ കൾച്ചർ എവിടെയും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് പ്രൈമറി ഗ്രേറ്റ്നെസ് ഓഫ് ലൈഫിൽ വീണ്ടും ഫോക്കസ്ഡ് ആകാനായിട്ട് സഹായിക്കുന്ന ഈ ആത്മീയ പരിശീലനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. The subtitle of my recent book
mentioned by K.M. Jorachen with the title Redemptive Remembrance is Orthodox Christian Teachings, an Introduction. This is a comprehensive volume comprising an interpretation of Christian doctrines, liturgical practices, and spiritual exercises. This is a collection of 29 chapters arranged under 3 heads: a rereading of ancient lessons of faith towards spiritual perfection, and a call to witness and humanize the world. This collection of interconnected Orthodox Christian teachings in one volume highlights the benefits and relevance of the faith and spiritual exercises and the use of these to make our life and that of our world peaceful, just, and happy. This is the result of my long teaching experience at both our seminaries in Nagpur and Kottayam. Due to the extremely busy schedule of my responsibilities at Nagpur Seminary, this dream materialized only when I was relieved from there. I thank God. I have heard a lot of questions regarding the relevance of faith, Orthodox Christian tradition, and the importance of the Bible during various conferences that I could attend during the last 3 decades by God's grace. This was in addition to the discussions in the seminary classrooms. These questions and discussions prepared the ground for this book. A more painful scenario was the news about our youngsters, at least some of them, deserting the church and its faith and spiritual practices, which have actually passed the time test. Some of the youth see these as outdated or irrelevant. Slowly, I was becoming more convinced about the tremendous adverse impact of the secularization of our culture and the widespread consumerist culture that enslaves us, knowingly or unknowingly. This is what is happening. The reductionist worldview of scientism tries to diminish the illumination of faith of many. സയൻസും സയൻറ്റിസവും രണ്ടാണെന്ന് നമുക്കറിയാം. ശാസ്ത്രം ജീവിതത്തെ കൂടുതൽ ക്ഷേമകരമാക്കാനായിട്ട് ഉപയോഗിക്കപ്പെടാവുന്ന നല്ലൊരു ടൂളാണ്. പക്ഷെങ്കിൽ സയൻറ്റിസം സയൻസ് പോലെ കുറേ പേരെങ്കിലും അങ്ങ് അക്സെപ്റ്റ് ചെയ്യുകയാണ്. സയൻറ്റിസം സയൻസിൻ്റെ മെത്തഡോളജി വെച്ച് ലഭിക്കുന്ന അറിവ് മാത്രമേ ശരിയായിട്ടുള്ള അറിവുള്ളൂ എന്ന് പഠിപ്പിക്കുന്ന ഒരു തത്വശാസ്ത്രമാണ്. ശരിക്കും അത് സയൻറ്റിഫിക് അല്ല. പക്ഷേ ഈ സയൻസും സയൻറ്റിസും ഒന്നാണെന്ന വിധത്തിൽ ചിന്തിച്ച് മിസ്ഗൈഡഡ് ആകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഈ സയൻറ്റിസത്തിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ഈ മതവും വിശ്വാസവും എല്ലാം വെറും മിത്താണ്, ഹൈപ്പോത്തീസിസ് ആണ്, ബേസ്ലെസ് ക്ലെയിംസ് ആണെന്നുള്ളതാണ് വരുന്നത്. അതുകൂടാതെ the violence associated with religions across the world has contributed to the strengthening of the impression that religion is a threat to humanity and liberation from such a curse is the hope for humanity. Some secular thinkers came forward to give such false hopes. At the same time, it is advisable not to close our eyes to the issues and violence created by religious communalism. ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് മതത്തിൻ്റെ ദുരുപയോഗം. ശരിക്കും അതിൻ്റെ സതുപയോഗം മനുഷ്യനെ ഹ്യൂമനൈസ് ചെയ്യുന്നതാണ്. In addition to these issues, nominal Christianity of many members of the church, including that of some leaders, has worsened the situation. There may be other reasons also for the decline in the participation of the new generation in the church, or their reluctance to make use of their ancient Orthodox faith and practices. The spiritual thirst and truth-seeking of the youth have not been lost or disappeared altogether. It is quite natural for the youth to ask the question, why of the faith and spiritual practices, or in other words, questions about the benefits of this.
ഇതിൻ്റെ പ്രയോജനം എന്താണ്, ഇതെന്തിനു വേണ്ടിയാണ്, ഇങ്ങനെയുള്ള വലിയ ചോദ്യങ്ങളൊന്നുമില്ലാതെ ട്രഡീഷണലായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോന്നിരുന്നതാണ്. പക്ഷേ കൂടുതൽ ചലഞ്ചിങ് ആയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നാച്ചുറലി ഈ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് പിള്ളേരിൽ നിന്ന്, ചെറുപ്പക്കാരിൽ നിന്ന് വരുന്നുണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഫ്രീഡം ഫ്രം സ്ട്രെസ്, പീസ് ഓഫ് മൈൻഡ് ആൻഡ് വാല്യൂസ് ദാറ്റ് ഗീവ് വാംത്ത് ടു അവർ relationships and humanize individuals and society are essential for all ages and all people. In fact, the result of faith and spiritual exercises and participation in the church are meant to ensure these age-old and universal objectives of life. Secular education alone cannot make our lives successful. The belief that more education, additional laws, and increased police interventions will improve our society is also a false hope. Mahatma Gandhi once wrote, "If India is not to declare spiritual bankruptcy, religious instruction of its youth must be held to be at least as necessary as secular education." He suggests that spiritual training must be held at least equal to secular education. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ താല്പര്യം സ്പിരിച്വൽ എഡ്യൂക്കേഷൻ സെക്കുലർ എഡ്യൂക്കേഷനേക്കാളും കൂടുതൽ വേണമെന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും കുറഞ്ഞത് ഒപ്പമെങ്കിലും വരണമെന്നുള്ളതാണ് അദ്ദേഹം ഇവിടെ എഴുതുന്നത്. പക്ഷേ ഇന്ന് ഒപ്പം പോലും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ട്രൂത്ത് എന്നുള്ളത് നമുക്കറിയാം. There are many gurus of New Age spirituality and personality development and leadership who try to enhance human potential through a methodology of secularization of spirituality. For example, Jay Shetty's book, Think Like a Monk, Stephen Covey's book, 7 Habits of Highly Effective People, and Robin Sharma's The Monk Who Sold His Ferrari are just a few examples only. Their attempt is to educate the new gen and enlighten them. We have to appreciate their genuine intention and the spiritual insights they try to convey. However, compared to the strength and depth of the foundations on which Orthodox Christian spiritual teachings and practices are built, these secular approaches seem to be superficial. The church as a whole has a role to play in the teaching ministry of its new generation. Not only priests and Sunday school teachers and preachers, but also all families, especially parents and grandparents, also have a significant role to play in the edification ministry of the church. സൺഡേ സ്കൂൾ അധ്യാപകരും പുരോഹിതനും മാത്രമല്ല, കുടുംബങ്ങൾക്കെല്ലാം വലിയ ഒരു പങ്കാളിത്തമുണ്ട്, ഒരു ഉത്തരവാദിത്വമുണ്ട്. ശരിക്കും ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ ബേബി സിറ്റേഴ്സാണ് പേരൻസ്. The divine exhortation concerning the teaching ministry, as we see in the 6th chapter of Deuteronomy, is worth quoting. You shall teach the commandments of the Lord diligently to your children, and shall talk of them when you sit in your house, and when you walk by the way, and when you lie down, and when you rise. Deuteronomy chapter 6, verse 7. Just before this verse, the chosen people of God as a whole are asked to love God. ഓ ഇസ്രായേൽ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പം ഇസ്രായേലിന് മുഴുവൻ, ആ കമ്മ്യൂണിറ്റിക്ക് മുഴുവൻ, ദൈവജനത്തിന് മുഴുവനുള്ളതായ ഒരു ഉത്തരവാദിത്വം അതിവിടെ ഓർപ്പിക്കുകയാണ്. The chosen people of God as a whole are asked to love God with all their soul and will and might, and to obey the teachings of the Lord, which seem to be a requirement for being qualified to teach their generations. In the same line, Saint Porphyrios of Mount Athos in the 20th century taught that the parents must first be obedient to the Lord and then teach their children so that they can easily follow their parents. In his book, Wounded by Love, Saint Porphyrios writes, "The secret of effective parenting is to be good and saintly, and to inspire and radiate. It is when teachers and teaching become one, or it is when the children see their parents practicing what they teach, the children will be inspired to follow that teaching." St. Paul's exhortation, "Do not provoke your children to anger, but bring them up in the discipline and instruction of the Lord,"
Ephesians chapter 6, verse 4, is addressed not to the leaders of the church, but to the parents. I appreciate very much the efforts of Reverend Father Timothy Thomas Teniachan, as well as Reverend Father Rijo Givergis, for their dedicated efforts to edify the new generations through their talks, classes, and books. Respected Rijo Achan's edifying efforts through icons are unique and commendable. Kem Jorchan mentioned about Mananam, the display exhibition of Rijo Achan's icons and pictures at Kottayam Public Library Art Gallery last month, as well as appreciated by all. His recently published book, The Little Seekers, presents in a marvelous manner the wisdom of the spiritual fathers and mothers from 4th century onwards for the enlightenment of the children. Respected Timothy Thomas Achan, Teniachan, a well-known priest of the Northeast Diocese of the Malankari Orthodox Church, who does not need any introduction at Sobhana. He published 2 spiritually edifying books recently. Whispers of Repentance is a collection of his 50 profound Lenten reflections, which gently remind us to return to truth, return to God. My main meditation during this great Lent is Teniachan's this particular book. His other book, The Oasis of the Heart, is a collection of the wisdom of the ancient Christian desert fathers. Teniachan is bridging this wisdom to the existential condition of people today. May God continue to bless their initiatives and teaching ministry abundantly. We all are grateful to respected K.M. Jorachan for his sincere support of our small initiatives. Achan wrote profound forewords to these books of all 3 of us. We are extremely grateful to this beloved great Guru of us. ഇത് 3 പബ്ലിഷ് ചെയ്തതും 3 പേരുടെയും പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് മഷിക്കൂട്ടാണ്. ആ ഒരു പ്രിന്റേഴ്സിനോടും ബുക്ക് ഹൗസിനോടും വളരെ കടപ്പെട്ടിട്ടുണ്ട്. Now there will be 2 presentations focusing on the theme spiritual education of the new gen from 2 different perspectives. Respected Teniachan will give a talk on ancient Christian wisdom and monastic perspective, followed by a talk by Rijo Achan, who serves at Sobhana Academy and gives leadership to Sobhana School of Iconography now, on iconographic and visual catechesis perspective. Thank you. Over to Teniachan. Glory be to the Father, and to the Son, and to the Holy Spirit, one true God. Glory be to him. May his grace and mercy be upon us forever. Amen. Most respected K.M. George Achan, Bijesh Achan, other clergy members who are part of this gathering, elders, brothers and sisters. It's indeed a great joy and honor and most humbling to be in your presence. And I take this opportunity, K.M. George Achan at the beginning of our meeting mentioned this particular book, Whispers of Repentance, which is a work that I actually started. I have to thank my parishioners. എൻ്റെ ഇടവക ജനങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെറിയ സംരംഭമായി തുടങ്ങിയ ഒരു കാര്യമാണ്. കഴിഞ്ഞ 7-8 കൊല്ലമായി ചെയ്യുന്ന ഒരു കാര്യമാണ്. അവരുടെ പ്രോത്സാഹനവും അതിലുപരിയായ ദൈവകൃപയും മഷിക്കൂട്ടിലെ അലക്സ് തോമസ് അച്ഛൻ്റെ ഒരു നിർബന്ധവും കൊണ്ടാണ് ഈ വർഷം കഴിഞ്ഞ 3-4 കൊല്ലമായി അച്ഛൻ നിർബന്ധിക്കുന്നു. അതിൻ പ്രകാരം 2026 ഈ വിസ്പേഴ്സ് ഓഫ് റിപ്പൻറ്റൻസ് എഴുതുവാൻ പബ്ലിഷ് ചെയ്യുവാനായിട്ട് സാധിച്ചു.
I'm not going to take too much time because I think this meeting would be more beneficial through discussion rather than me saying anything much. പക്ഷേ ഒരു കാര്യം ഈ രണ്ട് പുസ്തകങ്ങളും ഞാനൊന്ന് ഷെയർ ചെയ്യട്ടെ. എസ്പെഷ്യലി ഫോർ എൻ്റെ ഇടവകയുടെ ശുശ്രൂഷയിൽ ഞാൻ എൻ്റെ ജനങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. That the Great Lent is a season that is given to us. It is not demanded of us. It is given to us. ഉപവാസമുണ്ട്, പ്രാർത്ഥനകളുണ്ട്, കുമ്പിടിയിലുണ്ട്, നമസ്കാരങ്ങളുണ്ട്, ദാനധർമ്മമുണ്ട്. പക്ഷേ പലപ്പോഴും we have become so accustomed to the fact that we think it is something demanded of us. അതല്ല. This is a season that is given to us. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, this is a gift of time. ഈ നോമ്പ് കാലം എന്ന് പറയുന്നത് സമയത്തിൻ്റെ ദാനമായി സഭ നമുക്ക് നൽകിയിട്ടുള്ളതാണ്. അതിനെ ഒരിക്കലും ഒരു ടാക്സേഷൻ ആയിട്ട് കാണാതെ ഒരു സമയദാനമായിട്ട് കാണണം. And we should also see this as a window of mercy. കരുണയുടെ ഒരു കവാടമായി ഇതിനെ കാണുവാനും, and also this is a deeper invitation to go into the deeper chambers of our heart. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളറയിലേക്ക് പോകുവാനുള്ള ഒരു ക്ഷണം കൂടിയാണ്. And I think it is very important to instill this in our generation, younger generation. ഈ പ്രായമായ തലമുറയും വരും തലമുറയിലും നാം ആവർത്തിക്കേണ്ട ഒരു കാര്യമാണ് that the Lenten season is not an inconvenience. ഇതൊരു അസൗകര്യമല്ല, പിന്നെയോ this is a gift of time. And this is a window of mercy. And this is an invitation to go into the deeper chambers of our heart. രണ്ടാമതായി, when I started writing the Oasis of the Heart, ഇതിന് I should specifically thank CSS for publishing this and Father Sam Koshi for encouraging me to publish this book, for which Dr. K.M. George Achan has written the forward. ഈ ബുക്ക്, this is a wisdom of the desert fathers, മരുഭൂമിയിലെ പിതാക്കന്മാരുടെ ജ്ഞാനം ഉപയോഗിച്ച് I have divided this book into 21 chapters. നമ്മൾ എല്ലാവരും നേരിടുന്ന ഡേ ടു ഡേ സ്ട്രഗിൾസ്, അത് ദേഷ്യമാകാം, പകയാകാം, അസൂയയാകാം, കമ്പാരിസൺ ആവാം, ലസ്റ്റ് ആവാം, ഐസൊലേഷൻ ആകാം, ബീങ് അഡിക്റ്റഡ് ടു ബീങ് ബിസി ആവാം. അതിനെയൊക്കെ മരുഭൂമിയിലെ പിതാക്കന്മാരുടെ കഥകളും അവരുടെ ജീവിതവും ഉപയോഗിച്ച് അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാം എന്നുള്ള 21 ചെറിയ ചാപ്റ്റേഴ്സാണ്. Because we live in a time where the world is full of noise. അല്ലേ? ശബ്ദഘോഷങ്ങൾ നിറഞ്ഞ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. അതിൻ്റെ മധ്യേ നിശബ്ദതയിലേക്ക് ഒന്ന് പോകുവാൻ, to go into silence. We are constantly distracted. വേഗതയോടാണ് നമുക്കൊരു താല്പര്യം. ബട്ട് വേഗതയോടും ശബ്ദത്തോടും നമ്മുടെ മനസ്സും ശരീരവും ആകർഷിക്കപ്പെടുമ്പോൾ ആത്മാവ് ആഗ്രഹിക്കുന്നത് ഏകാന്തതയും നിശബ്ദതയും കണ്ണുനീരും പ്രാർത്ഥനയുമാണ്. സോ നമുക്ക് ശരീരത്തിനെയും ആത്മാവിനെയും വേർപെടുത്തി ഒരിക്കലും ജീവിക്കുവാൻ സാധ്യമാകുകയില്ല. We are made up of the psyche, the nous and the soma. മനസ്സും ഹൃദയം അല്ലെങ്കിൽ ആത്മാവും അതോടൊപ്പം ശരീരവും. സൈക്കോസൊമാറ്റിക്. നമ്മുടെ പരിപൂർണ മനുഷ്യനായി ജീവിക്കണമെങ്കിൽ we have to address that which the soul longs for. അല്ലേ? We are surrounded by information. അറിവുണ്ട്, പക്ഷേ ജ്ഞാനം കുറവാണ്. We have endless opportunities for communication.
അല്ലേ? പരസ്പരം ഇടപെടുവാൻ ഒത്തിരി സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഏകാന്തതയിൽ ജീവിക്കുന്ന, ഐസൊലേറ്റഡ് ആയിട്ട് ജീവിക്കുന്ന ഒരു തലമുറയായി നാം മാറിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു ലോകത്ത് ദ സോൾ തേഴ്സ്റ്റ്, ആത്മാവ് നിരന്തരമായി ദാഹിക്കുന്നു, നിശബ്ദതയ്ക്ക് വേണ്ടി, ഫോർ ഡെപ്ത്, ഫോർ ഹീലിംഗ്, ഫോർ പ്രേയർ, ഫോർ ക്ലാരിറ്റി. ഇതിൻ്റെയൊക്കെ അർത്ഥം ആത്മാവ് ദൈവത്തിന് വേണ്ടി, ഈശ്വരന് വേണ്ടി ദാഹിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു തീർത്ഥാടകനായിട്ട് തന്നെയാണ് ഞാൻ ഇത് എഴുതിയത്. None of my books, whether it is The Mystery of Incarnation or Whispers of Repentance or Oasis of the Heart, ഇതൊന്നും ആംബിഷൻ്റെ പുറത്ത് എഴുതിയതല്ല, ഒരു തീർത്ഥാടകനായിട്ട് തന്നെ എഴുതിയതാണ്. എല്ലാവർക്കും അറിയാമല്ലോ എന്താണ് ഓയേസിസ് എന്നുള്ളത്. So in the same way, just as the oasis gives refreshment in the desert, shade in the heat, നമ്മുടെ ആത്മീയ ജീവിതവും അപ്രകാരമാണ്. പ്രാർത്ഥനയും ഉപവാസവും നിശബ്ദതയും ഏകാന്തതയും ഒക്കെ നമുക്ക് തണലും ആശ്വാസവും പകരുന്നതാണ്. And so it is very important for us to realize that we need to go back to the wisdom of the desert fathers. പലപ്പോഴും we think this is outdated. We think this is irrelevant. അല്ലേ? 2-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ടിലും 4-ാം നൂറ്റാണ്ടിലും 5-ാം നൂറ്റാണ്ടിലും ഒക്കെ ജീവിച്ച പിതാക്കന്മാരും മാതാക്കളും നമ്മളോട് എന്താണ് പറയുവാനുള്ളത്? But remember, they had a direct encounter with God. അത് ഏകാന്തതയിലൂടെയും പ്രാർത്ഥനയിലൂടെയും നിശബ്ദതയിലൂടെയും കണ്ണുനീരിലൂടെയും പോരാട്ടത്തിലൂടെയും ഉണ്ടായിട്ടുള്ളതാണ്. It didn't come easy. It came through struggle. They knew what temptation was. They knew what distraction was. They knew what pride was. They knew what anger was. They knew what discouragement was. They understood loneliness, judgment, fear, spiritual weariness. നമ്മളൊക്കെ കടന്നു പോകുന്ന യാഥാർത്ഥ്യങ്ങൾ, നമ്മുടെ വരും തലമുറയും കടന്നു പോകുന്ന യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ്, but maybe in a different form. അതിലൂടെ, and for me, the external world might have changed. ബാഹ്യമായ ലോകത്തിന് മാറ്റം വന്നു, എന്നാൽ മനുഷ്യൻ്റെ ഹൃദയത്തിന് വലിയ മാറ്റം ഒന്നും വന്നിട്ടില്ല. So for me, I have used this book, മരുഭൂമിയിലെ പിതാക്കന്മാരുടെയും മാതാക്കളുടെയും ശബ്ദം, നമ്മുടെ സാധാരണ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഒരു സഹായിയായി, as a companion. I wrote this book as a living companion to modern Christians. നമ്മളെല്ലാവരും നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ പ്രാർത്ഥിക്കുവാനും നിശബ്ദതയിലിരിക്കുവാനും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനും നമ്മുടെ കുടുംബ ചുമതലകൾ, നമ്മുടെ കർമ്മമേഖലകളിലുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ ഇമോഷണൽ ബേർഡൻസ്, നമ്മുടെ സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റീസ്, ഇതിനെ എല്ലാത്തിനെയും ബാലൻസ് ചെയ്യുവാൻ നമ്മൾ പരിപൂർണമായി ശ്രമിക്കുന്നവരാണ്. So I wrote this as a companion to all of us. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തിക്കൊള്ളാം. I wrote this book with an intention that I want the next generation to know that holiness is reachable. നമ്മുടെ എല്ലാവരുടെയും ധാരണ വിശുദ്ധി എന്നത് പറയുന്നത് അൺറീച്ചബിൾ ആണെന്നുള്ളതാണ്. Somehow in our church we think holiness and spiritual life only belongs to saints, and in our church, unfortunately, we think sainthood is only reserved for bishops. നമ്മുടെ ധാരണ വിശുദ്ധി only for saints or clergy or monastics or exceptionally gifted soulsന് മാത്രം എത്തിച്ചേരാവുന്ന ഒരു കാര്യമാണ് ഹോളിനെസ് എന്നുള്ളതാണ്. പക്ഷേ മരുഭൂമിയിലെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു, no, that is not. Holiness begins very simply. നമ്മുടെ ചിന്തകളെയും നമ്മുടെ നാവിനെ നിയന്ത്രിക്കുന്നതും, അല്ലേ, നോമ്പിലെ പ്രാർത്ഥനകൾ നിരന്തരമായി നാവ് നിയന്ത്രിതമാകണം, വഞ്ചനയൊറ്റൊരു ഹൃദയത്തിൽ ദൈവം വാഴുന്നു എന്നൊക്കെ നമ്മൾ നിരന്തരമായി പാടുമ്പോൾ
നമ്മുടെ ചിന്തകളെ കടിഞ്ഞാണിട്ട് നമ്മുടെ നാവിനെ നിയന്ത്രിച്ച് സത്യസന്ധതയോടെ കുമ്പസാരിച്ച് വിശ്വസ്തയോടെ പ്രാർത്ഥിച്ച് നുറുങ്ങിയ ഹൃദയത്തോടെ കണ്ണുനീരൊഴുക്കി വിനയഭാവത്തോടെ നിരന്തരമായി റിട്ടേണിംഗ് ടു ഗോഡ് അഗൈൻ ആൻഡ് അഗൈൻ ആൻഡ് അഗൈൻ. ഈ ഓയേസിസ് ഓഫ് ദ ഹാർട്ടിൻ്റെ കവർ പേജ് is the monastery of Saint Catherine's of the foothills of Sinai. സീനായ് പർവ്വതത്തിൻ്റെ ഫുട്ഹിൽസിലുള്ള സെയിൻറ്റ് കാത്തറിൻസ് മോണസ്ട്രിയാണ്. പ്രിയമുള്ളവരെ, സഭ നമുക്ക് നൽകുന്ന ഈ നല്ല കാലം, the Lenten spring, നിരന്തരമായി ദൈവത്തിങ്കിലേക്ക് to return to God again and again. The path is demanding. എളുപ്പമുള്ള കാര്യമല്ല. But it is also deeply human. And ദൈവകൃപയാൽ അത് it is possible. അത് സാധ്യമാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ 2 പുസ്തകങ്ങളും അതിൻ്റെ ഉള്ളടക്കങ്ങൾ മുഴുവൻ is an invitation to slow down. ഒന്ന് നമ്മുടെ വേഗതയൊന്ന് കുറയ്ക്കുവാനും ഹൃദയത്തിൻ്റെ കാതുകളെ ഒന്ന് തുറക്കുവാനും ഹൃദയത്തിൻ്റെ കണ്ണുകളെ തുറക്കുവാനും and most importantly, വേറെ ആരെയും പരിശോധിക്കുന്നതിന് മുൻപ് to examine oneself. ബാക്കിയുള്ളവരെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ മുൻപിൽ that I examine myself, to become inwardly attentive. നമ്മുടെ ഉള്ളിലേക്ക് ഒരു ശ്രദ്ധ പതിപ്പിച്ച് and അവിടെ we rediscover the presence of God. ദൈവസാന്നിധ്യം ദേവാലയത്തിലും ആശ്രമങ്ങളിലും നമ്മുടെ ക്രൈസിസ് മൊമെന്റ്സിൽ മാത്രമല്ല. God is in the inner room of the heart. നമ്മുടെ ഹൃദയത്തിൻ്റെ ആന്തരിക അറയിൽ ദൈവമുണ്ട് എന്ന് നാം മറന്നു പോകരുത്. അതുകൊണ്ടാണ് പിതാക്കന്മാരും അതുപോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥവും പറയുന്നത്, go into your room, close the door and ask your Father in heaven. ഈ നോമ്പുകാലം ഈ അഭിമന്യ പിതാക്കന്മാർ എഴുതിയ പുസ്തകങ്ങളെല്ലാം ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോകുവാനും പ്രാർത്ഥനകളോടൊപ്പം, നമ്മുടെ യാമപ്രാർത്ഥനകളോടൊപ്പം, കുമ്പസാരത്തോടൊപ്പം, ദീസ് ബുക്സ് ആർ ജസ്റ്റ് കമ്പാനിയൻസ്. ദേ ഡോണ്ട് റീപ്ലേസ്. സഭയുടെ ഒരു കാര്യവും ഇത് റീപ്ലേസ് ചെയ്യുന്നില്ല. ദീസ് ആർ ജസ്റ്റ് സപ്ലിമെൻ്ററി ആൻഡ് കോംപ്ലിമെൻ്ററി ടു വാട്ട് ദ ചർച്ച് ടീച്ചസ് us. May we return to God again and again and again. And may the Holy Spirit guide us in our journey back. And may we truly experience a resurrection in our life. All glory and honor, praise and thanksgiving be to the Father and to the Son and to the Holy Spirit, one true God, and always, forever and ever. Amen. Thank you for this wonderful opportunity. God bless. Thank you, Teni Achan. Now we come to the turn of Rijo Givergis Achan, our iconographer, who has produced this beautiful book, The Little Seekers. Rijo Achan, can you? Yes, Achan. He is here? Okay. Yes, Achan. Fine, thank you. Glory to the name of one triune God. Greetings to all. I'm really honored and blessed to be part of this discussion. And സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അർഹനാണോ എന്ന് പോലും അറിയില്ല. കാരണം ഒരു പുസ്തകത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഇവിടെ സംസാരിക്കുന്നതെങ്കിലും കെ എം ജോർജ് അച്ഛൻ പറഞ്ഞതുപോലെ ശിശുക്കളെ പഠിപ്പിക്കുന്നതിനെക്കുറിച്ച് ചില ആശയങ്ങൾ പങ്കിടുവാൻ കിട്ടിയിരിക്കുന്നതായ ഒരു അവസരമാണിത്. So I'm really happy that such discussions are there within the church, because we have reached to this position where we need to think about how to reshape Sunday school and how to transform our teaching methodology. ഇവിടെ ഒരു പുസ്തകത്തിന്റെ കാര്യം അച്ഛൻ പറഞ്ഞു, ദ ലിറ്റിൽ സീക്കേഴ്സ്. ബേസിക്കലി അതൊരു പുസ്തകമായിട്ട് വരുമെന്ന് പോലും ഒരു ചിന്തയില്ലായിരുന്നു. ബിക്കോസ് ഇത് ആരംഭിച്ചത് തന്നെ ഒരു പേഴ്സണൽ ഇനിഷ്യേറ്റീവ് എന്ന ഒരു ഭാവത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ്.
ലാസ്റ്റ് ഇയർ ഒരു വർഷം മുമ്പ് ഇത് കുട്ടികളുടെ ഇടയിൽ പിതാക്കന്മാരുടെ പഠിപ്പീരുകളും അമ്മമാരും നമുക്ക് എപ്പോഴും നമ്മളും മറന്നുപോയതായ ഒരു കാര്യമാണ്. ടെന്നി അച്ഛൻ ഓൾറെഡി അത് ഓർമ്മപ്പെടുത്തി. ഡെസേർട്ട് ഫാദേഴ്സ് ആൻഡ് ഡെസേർട്ട് മദേഴ്സ്, വി ഡോണ്ട് ഹാവ് ജസ്റ്റ് ഫാദേഴ്സ്, വി ഓൾസോ ഹാവ് മദേഴ്സ്. പക്ഷെ നമ്മൾ ഒരിക്കലും അതിനെ കുറിച്ച് സംസാരിക്കാറില്ല. അപ്പൊ ആ പഠിപ്പീരുകളെല്ലാം ഒത്തിരി കട്ടി കൂടിയതായ രീതിയിൽ ആണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു ചിന്ത എനിക്കിങ്ങനെ തോന്നി. നമ്മളെപ്പോഴും പിതാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ ഒരു അക്കാഡമിക് തലത്തിൽ ഒത്തിരി കട്ടി കൂടിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന രീതിയിൽ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട് these teachings are being neglected a lot within Sunday school. We do introduce them, but we don't talk about it. So അങ്ങനെ തുടങ്ങിയതായ ഒരു രീതിയായിരുന്നു. I was trying to make it like once in a week, ഒരു പിതാവിനെ കുറിച്ചും ഒരു അമ്മയെ കുറിച്ചും കുഞ്ഞുങ്ങളുടെ ഇടയിൽ സംസാരിക്കാൻ വേണ്ടി ചെറിയൊരു ക്യാപ്സ്യൂൾ ഫോം, ലൈക്ക് ഐ എം ജസ്റ്റ് ഷോയിങ് ഇറ്റ്, ഷെയറിങ് ഇറ്റ് ഇൻ ദ സ്ക്രീൻ. ഇങ്ങനെ ഒരു ക്യാപ്സ്യൂൾ ഫോമിൽ കുഞ്ഞുങ്ങൾ ഒരു ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യങ്ങൾക്ക് തക്കതായിരിക്കുന്ന ഉത്തരങ്ങൾ ഈ പിതാക്കന്മാരും അമ്മമാരും നൽകുന്നു. ആൻഡ് ദി ആൻസേഴ്സ് വെയർ ബേസിക്കലി ടേക്കൻ ഫ്രം ദെയർ ഓൺ റൈറ്റിംഗ്സ്. ഇപ്പൊ ഇവിടെ 3 ഇലിസ്ട്രേഷൻസ് കാണിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ തന്നെ സെന്റ് ഗ്രിഗറി ഓഫ് നിസ്സ ആണ്. അപ്പൊ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും, ഐ ഹാവ് യൂസ്ഡ് ദ ടേം അബ്ബ. My studies in iconography was primarily from Egypt. അവിടെ കണ്ടതായ ഒരു പാരമ്പര്യം എന്ന് വെച്ചാൽ എല്ലാ ഓർത്തഡോക്സ് സഭകളിലും ഉള്ള ഒരു പാരമ്പര്യവുമായിട്ടാണ് പിന്നീട് മനസ്സിലാക്കുവാൻ സാധിച്ചത്. അബ്ബാസ് ആൻഡ് അമ്മാസ്, സ്പിരിച്വൽ ഫാദേഴ്സ് ആൻഡ് സ്പിരിച്വൽ മദേഴ്സ്. And what fascinated me was, this is not something coming from the history. ഇത് പണ്ടൊരിക്കൽ പിതാക്കന്മാരും അമ്മമാരും ഉണ്ടായിരുന്നു, അവര് അബ്ബാസ് ആൻഡ് അമ്മാസ് ആയിരുന്നു എന്ന് പറയുന്നതായ ഒരു സങ്കല്പം മാത്രമല്ല, എന്നാൽ ഇന്നും അവരുടെ സൺഡേ സ്കൂൾ കുട്ടികൾക്ക് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അവരുടെ ജീവിതത്തിന്റെ ഓരോ കുഞ്ഞുങ്ങളും അവരുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് അവരുടെ ആത്മീയ പിതാക്കന്മാരുടെയും അമ്മമാരുടെയും അടുത്ത് പോയി അത് സംസാരിച്ച് അവരുടെ സജഷൻ, ഈവൻ അവരുടെ മാതാപിതാക്കൾ പോലും അറിയുന്നതിന് മുമ്പ് they approach their abbas and ammas, and even for taking important decisions like marriage. അപ്പോൾ ആ തരത്തിൽ അവർ ദൂരയാത്ര ചെയ്ത്, what I have seen in my friends' life, many of my friends, Egyptian friends, they travel across the Red Sea and deserts of the Red Sea, and they go to the monastery. അവിടെ പോയി അബ്ബയെ കാണുന്നു, അബ്ബയോട് കാര്യങ്ങൾ പറയുന്നു, ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ചിലപ്പോൾ ചെറിയൊരു ഉത്തരമായിരിക്കും, പക്ഷെ ആ ഉത്തരം തേടി നടത്തുന്നതായ ഒരു യാത്ര, അത് 2nd century, 3rd century, 4th century മാത്രം നടന്ന കാര്യമല്ല, ഇന്നും അത് ഉണ്ട്. അപ്പൊ അതിലൂടെ മനസ്സിലായ ഒരു കാര്യം, നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് പ്രധാനമായിട്ട് when we want them to grow in Christ, I think we need, or these children need spiritual fathers and spiritual mothers. അപ്പൊ ആ ഒരു ചിന്തയിലൂടെയാണ് ഈ ക്യാപ്സ്യൂൾ ഫോമിൽ ഇത് ഉണ്ടാക്കുവാൻ ആരംഭിച്ചത്. എങ്കിലും ഒരു പകുതിയായപ്പോഴത്തേക്ക് ഇത് ഡിസ്കണ്ടിന്യൂ ആയി. ദെൻ this January, Mashikut, through Alex Achan and Severus Tribeni, they gave this idea, Achan, this should be a book. So Little Seekers book inde book release ചെയ്തത് കഴിഞ്ഞ ഫെബ്രുവരി 18 പരിശുദ്ധ ബാവ തിരുമേനി ആയിരുന്നു, during the exhibition. The content of this book, it contains at least 30+ fathers and mothers of the church. And not just from the 4th century or the 3rd century, even the fathers from the 21st centuries. So ഇപ്പം ഈവൻ നമ്മുടെ ഭർണവാസ് തിരുമേനി, ഇടുക്കി അമേരിക്കൻ ഭദ്രാസനത്തിൽ ഭർണവാസ് തിരുമേനി പോലും അതിനകത്തുണ്ട്, ബിലായിലെ തിരുമേനിയുണ്ട്. അതുപോലെ തന്നെ, as you can see, Matrona the Blind, one of the favorite saints of our Paulus Udian Bava. So likewise, that's the collection. So that was my intention. പക്ഷെ അതിന്റെ പുറകിൽ ഉണ്ടായിരുന്നതായ ഒരു ചിന്ത ഇതായിരുന്നു, ഇത് കുറച്ചുകൂടി ഒരു ആർട്ടിസ്റ്റിക് രീതിയിൽ ഇത് പ്രസന്റ് ചെയ്യണം എന്നുള്ളൊരു ചിന്തയാണ്. അതിന്റെ ഒരു കാരണം, my studies regarding iconography was primarily archaeologically based. ഈ ഐക്കൺസിന്റെ ഉണ്ടായിരുന്നതിന്റെ ഉത്ഭവത്തെ കുറിച്ചാണ് കൂടുതലും
ദൈവകൃപയാൽ പഠിക്കുവാൻ സാധിച്ചത്. അന്നേരം കണ്ടതായ മനസ്സിലായത് ഒരു കാര്യം, ഈ നമ്മളിപ്പം ഐക്കൺസ് എന്ന് പറയുമ്പോഴും ആദിമസഭയിൽ ചിത്രങ്ങളും കലയും ഉണ്ടായത് ഭംഗി കൂട്ടുവാൻ വേണ്ടിയിട്ടല്ല. And that I think that is where we have gone wrong. We have started using art for the sake of decorating the church. പക്ഷേ primarily art was used in order to teach, പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഒരു അച്ഛൻ KM ജോർജ് അച്ഛൻ ആദ്യമേ സൂചിപ്പിച്ചു, പെഡഗോജി ഉണ്ട് അതിന് പുറകിൽ. പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് കലകളെ ഉപയോഗിച്ചത്. അതിലും പല പ്രാവശ്യവും ഐക്കണോഗ്രാഫിയുടെ ക്ലാസ്സസ് എടുക്കുന്ന സമയത്ത് പറയുന്നതായ ഒരു കാര്യമുണ്ട്, എവാഞ്ചലിസം അതിൻ്റെ ഏറ്റവും ഇൻറ്റൻസിറ്റിയിൽ നടന്നതായ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 3 നൂറ്റാണ്ടുകളാണ്. 4ഉം 5ഉം കൂടി നമുക്ക് ചേർക്കാം. അവിടെ കലകളിലൂടെയാണ് സുവിശേഷം ഏറ്റവും കൂടുതൽ അറിയിക്കുന്നത്, വിശ്വാസം കൂടുതലും അറിയിക്കുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ സുവിശേഷം അറിയിച്ചത് കലകളിലൂടെയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ when we are surrounded by visual distraction, we don't have time to look at one painting or one picture, even to attend the Holy Qurbana completely. We don't have time. At that time, I think we need to go back and start using art as a primary methodology for teaching within Sunday school, especially within Sunday school. കലകൾ തിരികെ വരണം. ഒരു എക്സാമ്പിൾ പറയാം. ഒരു കുഞ്ഞ് വളരുമ്പോൾ ഏറ്റവും ആദ്യം വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതായ പാഠം ഏതാണെന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചാൽ നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കും? നോട്ട് വെയിറ്റിംഗ് ഫോർ ദി ആൻസർ. പക്ഷേ പലപ്പോഴും നമ്മൾ പറയും കർത്തൃ പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ ദൈവമേ നീ പരിശുദ്ധനാവുന്നു എന്ന് പറയുന്ന ട്രൈസാഗനാണ്. പക്ഷെ ഞാൻ പറയും അതിനേക്കാൾ മുമ്പ് നമ്മൾ കുരിശ് വരയ്ക്കാനാണ് പഠിപ്പിച്ചത്. കുരിശ് വരയ്ക്കുന്നത് തന്നെ ഒരു കലയാണ്, റൈറ്റ്? Symbolically, we are bringing fingers together and making the sign of the cross. So the first step for teaching the faith was an art form, right? പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മളത് എവിടെയോ മറന്നുപോയി. എനിക്ക് തോന്നുന്നു, എനിക്ക് പൂർണ്ണമായിട്ട് എൻ്റെ മൈ സ്ട്രോങ് കൺവിക്ഷൻ ഇസ് നമ്മൾ അവിടെയാണ് തെറ്റിപ്പോയിരിക്കുന്നത്. കലകളെ തിരിച്ച് നമ്മൾ കൊണ്ടുവരേണ്ട ഒരു ആവശ്യകതയുണ്ട്. ലിറ്റിൽ സീക്കേഴ്സ് എന്ന് പറയുന്നതായ ഒരു ബുക്കായിട്ട് വന്നത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്നാൽ അങ്ങനത്തെ ഒരു ചിന്ത തന്നെ ഉണ്ടായത് ഈ ഒരു ബേസിൽ നിന്നുകൊണ്ടാണ്, ദാറ്റ് വി ഷുഡ് സ്റ്റാർട്ട് യൂസിങ് ആർട്ട് ഇൻ ഓർഡർ ടു ടീച്ച് ദ ഫെയ്ത്ത്. ആൻഡ് സെക്കൻഡ്ലി, ലിറ്റിൽ സീക്കേഴ്സിൻ്റെ സബ് ടൈറ്റിലിൽ തന്നെ കിടപ്പുണ്ട്, കൺവേഴ്സേഷൻ വിത്ത് അബ്ബാസ് ആൻഡ് അമ്മാസ്. നമ്മുടെ പഠിപ്പീരുകളിൽ നമ്മൾക്ക് പഠിപ്പിക്കുന്നതിൽ നമ്മളിൽ പലരും തലതൊട്ടപ്പനും തലതൊട്ടമ്മയുമുണ്ട്. പക്ഷേ അത് ആ മാമോദീസ ശുശ്രൂഷയ്ക്ക് ശേഷം എത്രമാത്രം നമ്മൾ അതിനെ വിനിയോഗിച്ചിട്ടുണ്ട്, ആ ഒരു സ്ഥാനത്തെ, അത് ചോദിക്കേണ്ടിയിരിക്കുന്നു. വി മസ്റ്റ് ആസ്ക് ourselves, we have been allotted or we have been ordained to be Abbas and Ammas, but we have forgotten about our roles. So സൺഡേ സ്കൂൾ ടീച്ചിങ്ങിൽ തിരികെ കൊണ്ടുവരേണ്ടതായിട്ടുള്ള ഒരു മെത്തഡോളജി എന്ന് പറയുന്നില്ല, ഒരു അപ്രോച്ചാണ് ടു ബ്രിങ് ബാക്ക് അബ്ബാസ് ആൻഡ് അമ്മാസ്. ആ ഒരു ചിന്തയിലായിരുന്നു ദ ലിറ്റിൽ സീക്കേഴ്സ് പുസ്തകം ചെയ്തതും. അതിനോടൊപ്പം തന്നെ അതിനെ ഇലിസ്ട്രേറ്റഡ് ഫോമിൽ ആക്കുന്നതിൻ്റെ ഒരു കാരണവും ഇത് തന്നെയായിരുന്നു, ടു യൂസ് ആർട്ട് ഇൻ ഓർഡർ ടു ടീച്ച് അബൌട്ട് the faith of the church. I'm really thankful to Mashikut Publication for offering such an opportunity, and within that, I'm really thankful to our Guru KM George Achhan for writing such a beautiful forward, because Achhan ആ ഫോർവേഡിനകത്ത് അത് വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളടക്കം നമുക്ക് എനിക്ക് പോലും ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് ആർട്ടിക്കുലേറ്റ് ചെയ്തത് KM George Achhanാണ്. So I'm really thankful to KM George Achhan and all the Achhans and my colleagues and Vijesh Philip Achhan, my gurus and everyone, for giving such an opportunity through the Little Seekers. And I'm also thankful to Sopana Orthodox Academy for allowing me to speak about it over here. Thank you so much. Thank you. Thank you, Rijo Achhan. We have received 3 rich perspectives on the theme of educating the young. നമുക്ക് ഡോക്ട്രൈനൽ തിയോളജിക്കൽ എക്സ്പോസിഷൻസ് ആവശ്യമാണ്.
നമ്മുടെ great fathers of the church, teachers, great theologians, they did that. So we continue that tradition. അതുകൊണ്ട് വിജേഷ് ഫിലിപ്പച്ചൻ്റെ doctrinal exposition, although he says it is an introduction to Orthodox faith, it is a theoretical exposition with the intended audience of young people also. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ട്രഡീഷൻ വാസ്തവത്തിൽ വളരെ എൻറിച്ച്ഡ് ആയത് മൊണാസ്റ്റിക് പ്രസ്ഥാനത്തിലൂടെയാണ്. നമ്മളത് ഇപ്പം അത് മനസ്സിലാക്കുന്നില്ല അധികം. ഈജിപ്തിലും സിറിയയിലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ ഉണ്ടായിരുന്ന സന്യാസിമാരും അവരുടെ രചനകളും അവരുടെ ജീവിത മാതൃകയുമാണ് നമ്മുടെ സ്ട്രോങ് ലിറ്റർജിക്കൽ ട്രഡീഷനായിട്ട് മാറിയത്. അതുപോലെ തന്നെ ഇപ്പോൾ റിജോ അച്ഛൻ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങൾക്ക് വെറുതെ വാക്കുകൾ കേട്ടാൽ മാത്രം പോരാ, അവർക്ക് കാണുകയും തൊടുകയും അറിയുകയും ഒക്കെ ചെയ്യണം. അതിനുള്ള രീതികളാണ് അച്ഛനിവിടെ സൂചിപ്പിച്ചത്, പ്രത്യേകിച്ചും ഈ പുതിയ പുസ്തകത്തിലൂടെ. അപ്പം ഞാനിത് വളരെ ചുരുക്കമായിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, നമ്മൾ വിദ്യാഭ്യാസം എന്ന് മലയാളത്തിൽ പറയുന്നു. ഈ അഭ്യാസം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എക്സസൈസ് എന്നാണ്. ഇത് കേൾക്കുന്ന നിങ്ങൾ ചിലരെങ്കിലും റെഗുലറായിട്ട് ജിമ്മിൽ പോകുന്നവരാണ്. യു നീഡ് ടു എക്സസൈസ് യുവർ മസിൽസ്, യുവർ ജോയിൻസ്, യുവർ ഓവറോൾ ബോഡി. ഇത് നിരന്തരമുള്ള എക്സസൈസാണ്. നമ്മളതിന് വ്യായാമം കൊടുക്കുകയാണ്, എങ്കിൽ മാത്രമേ അത് ഫങ്ഷൻ ചെയ്യുള്ളൂ. യന്ത്രങ്ങളും അങ്ങനെയാണ്, നമ്മൾ കൂടെ പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ അതിരുന്ന് ബലഹീനമായി പോകും. ഇത് ആധ്യാത്മിക ജീവിതത്തിൽ വളരെ പ്രധാനമാണ്. യു നീഡ് ടു ഡു എക്സസൈസ്. ഇപ്പോൾ ഈ ജീസസ് പ്രയർ എന്നൊക്കെ പറയുന്നത്, യു റിപ്പീറ്റ് ദീസ് പ്രേയേഴ്സ്. യു റിപ്പീറ്റ്, ഇൻഫാക്ട് മോസ്റ്റ് ഓഫ് അവർ പ്രേയേഴ്സ് ആർ റെപ്പറ്റീഷൻസ്. ബട്ട് ബൈ റിപ്പീറ്റിംഗ് യു ആർ എക്സസൈസിങ് യുവർ സ്പിരിച്വൽ മസിൽസ് ആൻഡ് സ്പിരിച്വൽ ജോയിൻസ് as you do at the physical realm. അതുകൊണ്ട് വിദ്യാഭ്യാസം എന്നുള്ള വാക്ക് വളരെ അർത്ഥവത്താണ്. നമ്മളതിനെ വളരെ അക്കാഡമിക്കായിട്ടും തിയററ്റിക്കലായിട്ടും ഒക്കെ ഒരു വശത്ത് കാണുന്നുണ്ടെങ്കിലും ഈ അഭ്യാസം അഥവാ എക്സസൈസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ്. ഞാൻ മുമ്പേ പെഡഗോജി, അത് ഗ്രീക്ക് ഭാഷയിൽ അതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു, ലീഡിങ് ദി ചൈൽഡ്. ലത്തീൻ ഭാഷയിലുള്ള എഡ്യൂക്കേഷനും അത് തന്നെയാണ്. എതുച്ചേരെ അല്ലെ എതുക്കാരെ എന്നുള്ള ഇൻഫിനിറ്റീവ് വെർബിന് അർത്ഥം ടു നർച്ചർ, ടു ബ്രിങ് ഔട്ട്, ടു ലീഡ് ഔട്ട് എന്നൊക്കെ അർത്ഥമുണ്ട്. അതായത് പുറത്തേക്ക് നമ്മൾ കുഞ്ഞുങ്ങളെ നയിക്കുകയാണ്, പുറത്തെ ലോകത്തിലേക്ക്, പുതിയ അറിവിലേക്ക് അവരെ നയിക്കുകയാണ്. നമുക്ക് ഇന്ത്യയിലെ ഉപനയനം എന്നുള്ള ഒരു പദം, അത് ബ്രാഹ്മണ പാരമ്പര്യത്തിൽ അതൊരു ഒരു ആചാരവും അനുഷ്ഠാനവുമായിട്ടത് മാറിപ്പോയി. പക്ഷേ അതിന് വളരെ അർത്ഥവത്തായ സംഗതിയാണ്. ഒരു 12-13 വയസ്സാകുമ്പോൾ, അതായത് കുട്ടികൾ കൗമാരപ്രായത്തിലേക്ക് കടക്കുമ്പോൾ അവർക്ക് ഉപനയനം നൽകുക, അതായത് വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ അടിസ്ഥാനപരമായി പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അവർക്ക് അക്ഷരം പഠിച്ച് വായിക്കാനും എഴുതാനും ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടാണ് പുതിയ അറിവിലേക്ക്, ജ്ഞാനത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കുന്നത്. ഈ ഉപനയനം നമുക്കുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും മാമോദിസായിൽ ആരംഭിക്കുന്ന ഒരു ഉപനയനമുണ്ട്. അത് നമ്മളതിനെ കൂടെ റീഇൻഫോഴ്സ് ചെയ്യണം. സൺഡേ സ്കൂളിലും വീട്ടിലുമൊക്കെ നമുക്ക് ആവശ്യമാണ്. നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്, കുഞ്ഞുങ്ങളെ ഉപദേശിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ഒത്തിരി ഉപദേശം ഇങ്ങനെ കൂട്ടി കൊടുത്താൽ അത് ഫലപ്രദമല്ല. നേരെ മറിച്ച് നമ്മുടെ വാക്ക് അവർ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മുടെ പ്രവർത്തനം അവർ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മുടെ ഓരോ മുഖഭാവവും അവർ ശ്രദ്ധിക്കുന്നുണ്ട്. വെരി ബിഗിനിങ് ഓഫ് ദ ലൈഫ് ഓഫ് എ ചൈൽഡ്, ആ ജനിച്ച് വീഴുമ്പോൾ മുതലേ അങ്ങനെയാണ്. ജനിച്ച് വീഴുമ്പോൾ മുതലേ അതിനെ നോക്കുന്ന ആളിൻ്റെ, അത് മാതാവോ പിതാവോ ആരെങ്കിലും ആവട്ടെ, അവരുടെ മുഖഭാവം തിരിച്ചറിയാനും അവരുടെ ശരീരത്തിൻ്റെ ചലനം നിരീക്ഷിക്കാനും ആ കുഞ്ഞിന് കഴിവുണ്ട്. അതുകൊണ്ട് എഡ്യൂക്കേഷൻ ബിഗിൻസ് ഫ്രം ദ വെരി വൂം. വാസ്തവത്തിൽ അതും ഇപ്പോൾ വളരെ സയൻറ്റിഫിക്കായിട്ട് അത് വളരെ വ്യക്തമാണ്. നല്ല പ്രാർത്ഥന, അതുകൊണ്ടാണ് ഗർഭിണികൾ
ധാരാളം പ്രാർത്ഥിക്കുകയും നല്ല ചിന്തകൾ മനസ്സിൽ കരുതുകയും ചെയ്യണമെന്ന് നമ്മുടെ പാരമ്പര്യം അനുശാസിക്കുന്നത്. ബിക്കോസ് എഡ്യൂക്കേഷൻ ബിഗിൻസ് ദെയർ. ഈ ഉള്ളിലുള്ള ശിശുവിനെ, ഭ്രൂണാവസ്ഥയിലുള്ള ശിശുവിനെ ഇത് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. ഒത്തിരി കഥകൾ അതിനെക്കുറിച്ച് ഇന്ത്യയിലെ പുരാണങ്ങളിലൊക്കെ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാം. നമുക്കതിലേക്കൊന്നും പോകണ്ട. നമുക്ക് വി ഹാവ് സെവറൽ വേയ്സ് ഓഫ് ടീച്ചിങ് ദ യങ്. ചില കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ സൂചിപ്പിച്ചുള്ളൂ. ആൻഡ് വി ഹാവ് ഗ്രേറ്റ് ടീച്ചേഴ്സ് ഫ്രം the tradition of the church, and we have contemporary teachers, and we have teachers not simply within a particular faith community, but you should also look for teachers of wisdom, teachers of noble thoughts and moral life outside also. അതുകൊണ്ട് ഇപ്പം മഹാത്മാഗാന്ധി ക്രിസ്ത്യാനി ആയിരുന്നില്ല, പക്ഷെ അദ്ദേഹം എങ്ങനെയാണ് യേശുവിൻ്റെ സുവിശേഷം മനസ്സിലാക്കുകയും അത് സ്വന്തം ജീവിതത്തിൽ ഒരു രാഷ്ട്രത്തിന് വേണ്ടി അതിനെ എക്സസൈസ് ചെയ്യുകയും ചെയ്തു. അതൊരു വലിയ സാക്ഷ്യമാണ്. അതുകൊണ്ട് വി ഹാവ് ടീച്ചേഴ്സ് ഓഫ് ഫെയ്ത്ത്, നോട്ട് സിംപ്ലി വിതിൻ അവർ കമ്മ്യൂണിറ്റി ഓഫ് ഫെയ്ത്ത്, ബട്ട് സ്പ്രെഡ് ഔട്ട് ഇൻ ദ വൈഡർ വേൾഡ് എന്നുകൂടി നമ്മൾ ഓർത്തിരിക്കണം. അതും എനിക്ക് പാടില്ല, അതെൻ്റെ സഭയല്ല എന്ന് നമ്മൾ, അതെൻ്റെ മതമല്ല എന്ന് മാത്രം നമ്മൾ വിചാരിച്ചാൽ ചിലപ്പോൾ അത് പ്രശ്നമാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് യു ഗീവ് ദ വൈഡർ വ്യൂ ഓഫ് ഗോഡ്സ് വേൾഡ്. ദൈവത്തിൻ്റെ ലോകമായത്, ദൈവം സൃഷ്ടിച്ച മനുഷ്യജാതിയാണ്. ദൈവം ആചാര്യന്മാരെ അവിടെയും ഇവിടെയും ഒക്കെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് യു ഷുഡ് ബി റെസ്പെക്ട്ഫുൾ ടു ദോസ് ടീച്ചേഴ്സ് ആൻഡ് ദ ടീച്ചിങ്സ് ആൻഡ് ദ പോസിറ്റീവ് വേയ്സ് ഓഫ് ലൈഫ് ദേ ഹാവ് ഗിവൺ ടു us. അങ്ങനെയുള്ള ഒരു ലോകത്തിൽ പിള്ളേർക്ക് കോൺഫ്ലിക്റ്റ് വരികയില്ല. അല്ല നമ്മളിങ്ങനെ ചെറിയ വട്ടത്തിൽ അവരെ പഠിപ്പിച്ചിട്ട് അവർ പിന്നെ സ്വതന്ത്രരായിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഇത് കോൺഫ്ലിക്റ്റാണ്. പിന്നെ അയ്യോ അതെങ്ങനെയാണ്, വേദപുസ്തകം അല്ലാതെ വേറെ നല്ല പുസ്തകങ്ങളുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവർക്ക് വരും. ഈ മതമല്ലാതെ മറ്റൊരു മതം വന്നാൽ എൻ്റെ മതം പോയല്ലോ എന്നൊക്കെയുള്ള ചിന്ത വരാതെ ഫ്രം ദി വെരി ബിഗിനിങ് ലെറ്റ് us ഓപ്പൺ അപ്പ് ഗോഡ്സ് വേൾഡ്. ദൈവം സ്നേഹപൂർവ്വം സൃഷ്ടിച്ചു. ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് എന്നാണ് പറയുന്നത്, യോഹന്നാൻ ശ്ലീഹ പറയുന്നത്, അല്ലേ? അതുകൊണ്ട് ആ ലോകത്തെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയും യാതൊരു തരത്തിലുള്ളതായ അക്രമത്തിലേക്കും മൗലികവാദങ്ങളിലേക്കും കുട്ടികൾ പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. നമ്മുടെ ഏറ്റവും വലിയ പരീക്ഷ ഇപ്പോൾ അതാണ്. ഈ ഡ്രഗൊക്കെ ഉണ്ട്, ആൽക്കഹോളുണ്ട്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഏറ്റവും ലോകത്തിൻ്റെ വലിയ ത്രെട്ടായിട്ട് വന്നിരിക്കുന്നത് ചില മൗലികവാദങ്ങളാണ്. അതായത് ഈ ഞാൻ വിശ്വസിക്കുന്ന ഇതൊഴിച്ച് ബാക്കിയുള്ള എല്ലാത്തിനും നശിപ്പിച്ച് കളയണം, ഇത് മാത്രമേ ഉള്ളൂ സത്യം എന്നൊക്കെ ഒന്ന് പഠിപ്പിച്ചു വിട്ടാൽ അത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് കർത്താവ് പഠിപ്പിച്ചത്, ഹി വാസ് ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് ദ യുണീക്ക് ടീച്ചർ ഫോർ അസ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അത്രയും മഹത്വമുള്ള ഒരു ഗുരുക്കന്മാരും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ആൻഡ് ഹി exercised his teaching and he in a way the teaching was completely practiced. കർത്താവിൻ്റെ കുരിശിൽ കർത്താവ് പഠിപ്പിച്ചതെല്ലാം തന്നെ അവിടെ ഫലപ്രദമായിട്ട് കർത്താവ് നമുക്ക് കാണിച്ചു തന്നു. അതുകൊണ്ട് let us follow Christ. What Jesus teaches us is the truth. What Jesus tells us is that we should believe. അതുകൊണ്ട് നമുക്ക് വേറെ പല ടീച്ചേഴ്സ് കാണും, പക്ഷേ കർത്താവായ യേശുവിൽ നമ്മുടെ ദൃഷ്ടി ഉറപ്പിക്കണം. മഹാഗുരുവായ ആ കർത്താവ് നമ്മളെ പഠിപ്പിക്കട്ടെ. ഞാനത് പറഞ്ഞത് അല്പം നീണ്ടുപോയെന്ന് തോന്നുന്നു, എങ്കിലും നമുക്ക് കുറച്ച് സമയം സം ഇംപ്രഷൻസ് ഫ്രം the people who participated. Please. Good evening, everybody. Is it time for asking a question? Yes, please. Yes. Okay. Well, my name is John. I'm from Bangalore. My humble question is in response to our much respected Tony Achin's talk. My question is quite simple, and I need to deal with the Sunday school students on this question. So it is on a practical side I'm asking this question. My question is, how can ancient Christian practices and monastic fathers' practices be adapted
So New Gen can adopt daily prayer or lectio or ascetic rhythm in their life. This is my question. I can even repeat the question if you want. This is because the very next Sunday, next Sunday school class, I'm going to, talk about from the 12th class Sunday school book about monasticism and monastic fathers, including desert fathers, as per our Sunday school scheme. I hope my question was clear. Yes, Uncle, thank you very much. It's very clear. One of the things that we approach Sunday school purely from a textbook perspective, right? കാരണം നമ്മൾ പഠിച്ചതും ശീലിച്ചതും ടെക്സ്റ്റ് ബുക്ക് വായിക്കുക and then come and share what we read in the textbook to the children. I would say one of the best examples, because I'm responsible for the Sunday school here in the Northeast, and I'm also a Sunday school teacher in my own parish. We don't have students in Sunday school. We only have children. കർത്താവിന് സ്റ്റുഡൻസ് ഇല്ലായിരുന്നു, കർത്താവിന് ശിഷ്യന്മാരെ ഉള്ളായിരുന്നു. Christ never had students. So first of all those who teach Sunday school should take out the approach that we are addressing students. We are actually addressing children. And how do children learn? They learn by observing, and they also learn by taking things that relate to their day-to-day life. If you are teaching 12th grader, I humbly request that you read through the textbook and then put into practice that which they are able to practice in their day-to-day life. A simple example ഞാൻ പറയാം. For example, ഇപ്പം പ്രാർത്ഥന, കെ എം ജോർജ് അച്ഛൻ ജീസസ് പ്രേയറിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങളോട് രാവിലെ എഴുന്നേറ്റ് ലില്ലിയോ മുഴുവൻ നടത്തണം, അല്ലെങ്കിൽ പ്രഭാത പ്രാർത്ഥന മുഴുവൻ നടത്തണം, 3 മണി നമസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അൺഫോർച്ചുനേറ്റ്ലി മേ ബി ദേ ഡോണ്ട് റിലേറ്റ് ടു ദ ലാംഗ്വേജ് ദാറ്റ് ഇസ് ഇൻ ദ പ്രേയേഴ്സ്. അതിൻ്റെ അർത്ഥം സഭയുടെ പ്രാർത്ഥനകൾ ഇറലവൻ്റ് ആണെന്നല്ല ഞാൻ പറയുന്നത്. What, as a teacher, the best way would be when you teach the ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ 11ാം ക്ലാസ്സിലെ lesson 9 is on monasticism. അപ്പം ആ മൊനാസ്റ്റിക് ലെസൺസ് എടുത്തപ്പോൾ ഞാൻ 4 ആളുകളെ അവർക്ക് പരിചയപ്പെടുത്തി. സെയിൻറ്റ് ബാസിൽ ദ ഗ്രേറ്റ്, സെയിൻറ്റ് ആന്റണി ദ ഗ്രേറ്റ്, സെയിൻറ്റ് പക്കോമിയോസ് ആൻഡ് സെയിൻറ്റ് മേരി ഓഫ് ഈജിപ്റ്റ്. And I used their life and connected it to their day-to-day struggles as high school students. And so make it simple for them. ഒരു simple കാര്യമാണ്. What do the desert fathers want us to do? ഒന്ന്, to guard our heart. How can you, as a 12th grader, guard your heart against the struggles that you face on your day-to-day life? So I humbly request all those who are hearing me, not just John Uncle here, but all those who are hearing me who teach Sunday school, do not just take the textbooks and read it to them and expect them to get some information. Allah, you read it first as a teacher, analyze it, what is the learning goal of that lesson, and share 3 or 4 main messages with them that will stay in their mind and which they can apply to their day-to-day life. അപ്പം മൊനാസ്റ്റിസിസം പഠിപ്പിക്കുമ്പം മൊനാസ്റ്റിസിസത്തിൽ നിന്ന് എന്താണ് അവർക്ക്? സൈലൻസ്. In a world where they are constantly scrolling on their phones, how can they keep away distraction? How can they learn to be silent? How can they learn not to talk back to their teachers and to their elders? ആ മൊനാസ്റ്റിക് വിസ്ഡത്തിൽ നിന്ന് അവർക്ക് പ്രാക്ടിക്കൽ ആകാവുന്ന ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്താൽ it will stay with them for the rest of their lives. They might not remember the time frame that Saint Anthony or Saint Pachomius or Saint Basil or Saint Mary of Egypt lived. പക്ഷേ അവരുടെ ജീവിതത്തിൽ നിന്ന് ഒരു മെസ്സേജ് അവർക്ക് പഠിക്കുവാൻ സാധിച്ചാൽ നമ്മുടെ സൺഡേ സ്കൂൾ മിനിസ്ട്രി becomes fruitful. I hope that is helpful. Thank you very much, Achan. It was, I would say, awesome replay or a great replay. Thank you, Achan. Thank you, Uncle.
Okay. Any further comment or question? There were a few hands that were raised. I think a David Samuel and a Lisa Jose. You can ask a general question or someone especially directed to one of the speakers. I wanted to ask this question to Riju Achan. Acha, I am a parent to a non-verbal child, and he communicates using an AAC device. I loved it when you said that sacred art can be used as tools of teaching. Mainly, my son communicates using an AAC device wherein there are picture representations of each word. My recent goal is to enable him to have access to saying our prayers and have access to the replies like which are common within church liturgy, like Kyrie eleison, Amen, Barakimur, and make him participant in our sacraments. Is there a way right now that such kind of sacred art can be used for children using AAC devices who are non-verbal, and we can include them if such an art curriculum is created? It can be inclusively used within the Sunday school. Is it possible with other children too? Okay. Thank you. First of all, let me just share it with you. I think you might be aware of Shafiro. I hope you are Yes, I part am of a member of yeah. Shafiro. So I'm actually trying to serve along with Shafiro. People who don't know Shafiro, Shafiro is an initiative which is primarily working for children's, which Alyssa Chechi mentioned, and I'm also right now serving and trying to find out an answer, especially ACC system പറഞ്ഞല്ലോ അതിലൂടെ ചെയ്യാൻ പറ്റും. അതിലൂടെ ചില കാര്യങ്ങൾ ഞങ്ങളിപ്പം ചെയ്യുന്നുണ്ട്. I'm working along with Shapiro. That means Sopana is working along with Shapiro. We're trying to find out a method because ഡിസൈച്ച് പറഞ്ഞതുപോലെ തന്നെ അത് ഒത്തിരി ആവശ്യകതയുമാണ്. At the same time, there are certain limitations. And for that, I also shared it with Thomas Simon, sir, that for that we need help of the parents because we people who we are not facing it on first hand, so we might not be able to understand many things, but we are on the way. We are actually doing it. That's one thing. Second thing regarding can sacred art be used for teaching? Yes, sacred art can be used for teaching. And when I say sacred art can be used for teaching, അതൊരു ചിത്രം കാണിക്കുക എന്ന് മാത്രമല്ല. അത് വലിയൊരു തെറ്റിദ്ധാരണയാണ് ചിത്രം കാണിച്ചിട്ട് പഠിപ്പിക്കുന്നത്. പക്ഷേ അതിനേക്കാൾ ഉപരി ചിത്രം വരച്ചുകൊണ്ട് we can teach about the faith. At Sopana, we have workshops where not just people from the Orthodox background, we have people coming from the other background who come and do sacred art or do a completely one particular icon, and while following each and every step, അത് കുട്ടികളിലും ചെയ്യാൻ പറ്റും. അതായത് അവർ വരയ്ക്കുന്ന ഓരോ കാര്യങ്ങളും ചെറിയൊരു കണ്ണ് പോലും ഉണ്ടാക്കുവാണെങ്കിൽ അത് the objective is not anatomically perfect ആയിരിക്കണമെന്നല്ല, വരയ്ക്കുക എന്നുള്ളത്. ചെറിയ എന്തെങ്കിലും ഉണ്ടാക്കുവാണെങ്കിൽ through that also we can teach about the faith of the church. I was taught what is the meaning of intercession or intercessory prayer using a very small picture of Mother Mary എൻ്റെ ചെറുപ്പത്തിൽ. ഇത് എനിക്കിപ്പം സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയമില്ല, പക്ഷേ I still remember because someone taught me to draw and learn മധ്യസ്ഥ പ്രാർത്ഥന. അതിനേക്കാൾ ബെസ്റ്റ് ഡെഫിനേഷൻ റിഗാർഡിങ് മധ്യസ്ഥ പ്രാർത്ഥന എനിക്കൊരു പുസ്തകത്തിൽ പോലും കിട്ടിയിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും പറഞ്ഞ കാര്യം ശരിയാണ്. പക്ഷെ അവിടെ ആർട്ട് ഒരു പ്രാക്ടീസ് ആയിരിക്കണം. ബുക്കിൽ അച്ചടിച്ച് മാത്രമല്ല, they should
take pencil or color or brush and then they draw. At Sopana, we do conduct camps for children where we do this. So certainly we can do it, but in order to bring it within the syllabus, that's something not in my hand. But of course, if you as Sunday school teachers and parents, if you initiate it in your unit, certainly the Sunday school office bearers or Sunday school charge holders will be able to include such kind of artistic way of teaching, പ്രാക്ടീസ് ചെയ്തുകൊണ്ടുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ സിലബസിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. I hope my answer was okay. Yes, Acha, you have answered it, but also I was just wondering, because my child has very poor motor skills. So, അത് പ്രാക്ടീസ് ആയിട്ട് തന്നെ കൊണ്ടുവരുവാണെങ്കിൽ, yes, maybe the faith can be taught. But, it is also, if there is a curriculum that can be taught to the teachers, True. Maybe this is a possibility. It can be done, ma'am. Thank you, ma'am. We have Okay. 4 more people waiting. I think. We have in a way 5 more minutes. If you have any urgent comment or a Yeah, question. there are Achal, 4 people waiting. Acha, I would take ബഹുമാനപ്പെട്ട 1 minute. I'm David Samuel. I would take 1 minute. I was listening to the entire conversations. Just one. It's not a question. It's a comment from my side. Because I understand that very prominent personalities, clergies of our church is present here. So I just like to put a thought in your mind. Are we really addressing the faith crisis of our younger generation? ഒത്തിരി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. 1-2 കാര്യം മാത്രം അത് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാവും. നമുക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ പാതിനോയമ്പായിരുന്നു. പാതിനോയമ്പിന് നമ്മൾ സ്ലീവ നാട്ടുമ്പോൾ അത് പ്രതീകമായിട്ട് നമ്മൾ പഠിപ്പിക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തത് സംഖ്യാപുസ്തകത്തിലെ ഒരു ഇൻസിഡന്റ് വെച്ചാണ്. അതായത് ദൈവത്തിനെതിരെ യഹോവയ്ക്കെതിരെ യഹൂദജനം പിറുപിറുത്തപ്പോൾ ഗോഡ് സെൻഡ് ഔട്ട് ദിസ് ഫെയറി സർപ്പൻസ് ആൻഡ് അത് കടിച്ചപ്പോൾ മരിച്ചതിന് അതിന് പരിഹാരമായിട്ട് പിത്തള സർപ്പത്തെ ഉയർത്തുന്നതിന് ഒരു പ്രതീകമാണ് എന്ന് നമ്മൾ ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇനി നമ്മൾ പെസഹയിലേക്ക് വരികയാണ്. പെസഹ എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് സംഹാരദൂതൻ ഇസ്രായേൽ മക്കളുടെ കുഞ്ഞുങ്ങളുടെ അവരുടെ വീട്ടില് മരണം വിതയ്ക്കാതെ മിസ്രൈമില് അവരുടെ കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞ ആ ഒരു സംഭവത്തിന്റെ ഓർമ്മയാണെന്ന് നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മൾ പഴയ നിയമത്തിന്റെ കാര്യങ്ങൾ ഈ ഒരു സിറ്റുവേഷൻസിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഷെയർ ചെയ്യുമ്പോൾ അവർക്കുണ്ടായ ഒരു ഫെയ്ത്ത് ക്രൈസിസ്. ഞാൻ ഒരു 40 അല്ലെങ്കിൽ 50 വർഷം ഒരു അഡോളസെന്റ് ആയിരുന്ന സമയത്ത് പിത്തള സർപ്പത്തെ ഉയർത്തിയ ഒരു ദൈവം അല്ലെങ്കിൽ തനിക്കെതിരെ പിറുപിറുത്ത ജനത്തെ ശിക്ഷിക്കാൻ സർപ്പത്തെ അയച്ച ഒരു ദൈവം എനിക്ക് അക്സെപ്റ്റബിൾ ആയിരുന്നു. ഞാൻ അത്രമാത്രം ചിന്തിച്ചിട്ടില്ല. അത് എനിക്ക് സ്വീകാര്യമായിരുന്നു. അതുപോലെ പെസഹ, അതായത് മിസ്രൈമ്യരുടെ ആദിജാതരെ കൊല്ലുന്ന ഒരു ഇൻസിഡന്റ്, ഇറ്റ് വാസ് ഓക്കെ ഫോർ മീ. പക്ഷെ ഇന്നത്തെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അത് ഓക്കെ അല്ല. ഒരു യഹൂദന്റെ കുഞ്ഞിനെയും മിസ്രൈമിന്റെ കുഞ്ഞിനെയും തമ്മിൽ വ്യത്യസ്തമായി കാണുന്ന ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു ദൈവത്തെ അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതുപോലെ തന്നെ വെറുതെ ഒന്ന് മർമർ ചെയ്ത സമയത്ത് സർപ്പത്തെ അയച്ച് മനുഷ്യരെ കൊല്ലിക്കുന്ന ഒരു ദൈവത്തെ അവർ ഇന്ന് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇത് നമ്മള് actually have you thought of this kind of faith crisis our younger generation is facing? ഇന്ന് അല്പം മുമ്പ് ഞാൻ കണ്ടതാണ്, ഒരു somebody is asking a question, someone from the other religion is asking a question on YouTube. അതായത് അമാലേഖരെ അവരുടെ നേഴ്സിംഗ് ചിൽഡ്രനും അതുപോലെ ഇൻഫൻസിനെയും കൊന്നുകളയാൻ ആവശ്യപ്പെടുന്ന ഒരു ദൈവം. ഇറ്റ്സ് ഇൻ അവർ ബൈബിൾ. Do we really have a strategy to address these kind of faith crisis? ദൈവം ഒരു സ്നേഹിക്കുന്ന ഒരു ദൈവമാണെന്നും ദൈവത്തിൽ അൾട്ടിമേറ്റഡ് സ്നേഹം മാത്രമേ ഉള്ളൂ എന്നും എല്ലാവരെയും ഇൻക്ലൂസീവായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ദൈവമാണ്. ഇതാണ് നമ്മുടെ ഓർത്തഡോക്സി നമ്മൾ പറയുന്ന കുറെ ഡോക്ട്രിൻസും ഫിലോസഫിയിലും നമ്മൾ കുടുങ്ങി കിടക്കുകയാണ്. പക്ഷെ ബേസിക് ആയിട്ട് എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ദൈവത്തെ, എല്ലാവരെയും സ്നേഹിക്കുകയും ചെയ്യുന്ന അല്പം പോലും വെറുപ്പില്ലാത്ത ഒരു ദൈവത്തെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? അതിന് നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക? ഇതാണ് എൻ്റെ ഒരു സീരിയസ് തോട്ട് when I think of the future generation of our children. Thank you so much. Thank you.
And we also have Father John Sleeber, a Joseph, and a Dr. Joel online. So if they can quickly mention, that'd be great. And then we can wrap up, Achan. We have Father John Sleeber, Mr. Joseph, and Dr. Joel Kurian, please. Thank you. നമസ്കാരം എല്ലാവർക്കും. കേൾക്കാമെന്ന് വിചാരിക്കുന്നു. ബഹുമാനപ്പെട്ട കെ എം ജോർജന്, അതോടൊപ്പം തന്നെ ബിജേഷ് ഫിലിപ്പച്ചന്, തിമോത്തി അച്ഛന്, റിജോ അച്ഛൻ, വളരെ അനുഗ്രഹീതമായ നിമിഷങ്ങളായിരുന്നു. പ്രത്യേകിച്ച് മനസ്സിൽ തോന്നിയ ഒരു ചെറിയ ആശയം പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു 13 വർഷം കൊണ്ട് കുട്ടികളുടെ ഇടയിൽ വരെയും വരെയും വയൽക്കിളിയിൽ എന്നൊരു പ്രോഗ്രാമുമായി മുൻപോട്ട് പോകുന്നു. റിജോ അച്ഛൻ പറഞ്ഞതുപോലെ വരകളിലൂടെ, കവിതകളിലൂടെ ഇങ്ങനെ പോവുകയാണ്. അപ്പം എൻ്റെ ഒരു ആഗ്രഹം പറയുന്ന ഒരു ചൈൽഡ് മിനിസ്ട്രി, ഇപ്പൊ ഈ ഐക്കണോഗ്രാഫിയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ സൺഡേയിലും ഇപ്പം പ്രൊജക്ടറും ലാപ്പും ഒക്കെ എല്ലാ പള്ളികളിലും ഉണ്ട്. അപ്പൊ ആ ഒരു ആഴ്ചയിൽ നമുക്ക് എന്തായാലും ഓർക്കുന്ന പിതാക്കന്മാരുണ്ട്, നമ്മുടെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇപ്പൊ റിജോച്ചൻ ചെയ്തതുപോലെ ഓരോ കാര്യങ്ങളും വരുന്ന ഒരു പക്ഷേ നമ്മളൊരു ചൈൽഡ് മിനിസ്ട്രി ഒരു പക്ഷേ നല്ലതായിരിക്കും. കാരണം ഈ അടുത്ത ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കുമ്പോൾ 50 കുട്ടികളോട് ചോദിച്ച് റിലിജിയൻ താല്പര്യമുള്ള എത്ര പേരുണ്ട്? ഒരു 40 പേർക്കും താല്പര്യമില്ല. എന്നാൽ സയൻസ് ആണെങ്കിലോ 41 പേർക്കും താല്പര്യമില്ല. അപ്പൊ അവരുടെ പല താല്പര്യങ്ങളും നഷ്ടപ്പെട്ട ഒരു സമയത്ത് തീർച്ചയായിട്ടും നമുക്കിടയിൽ അതൊരു ചൈൽഡ് മിനിസ്ട്രി നല്ലതായിരിക്കും എന്ന് മാത്രം സമയത്തിന് കുറവുണ്ട് നിർത്തുന്നു. Thank you. Thank you. Joseph and Dr. Joel Kurian afterwards, please. Thank you. Yeah, this is Joseph from Joseph Puthuran from Bangalore. I just wanted to, we were discussing about the methodology of how to communicate to children. But I think the biggest bottleneck, I mean, I've been a Sunday school teacher for over 30 years in Bombay, in Delhi, and in Bangalore. And one of the biggest problems is a large majority of the members of our church do not believe in the uniqueness of Christ. They seem to be confused with Hinduism and all that. And all religions are kind of okay, though they will formally not say it, but that is what they believe, in to the best of my understanding. One. Secondly, because we do not believe in Christ, our behavior is certainly far away from what it should be. Like John 3:16 said, "For God so loved the world that he gave his only son, that whosoever believeth on him shall not perish." But I think a lot of our people, with all due respect, from my understanding, is that we don't believe in Christ, we believe in money. And you can't serve God and money. And that's a big problem you will see right from the top of the church. So in this context, and there are a lot of other things also, I don't know how we could even communicate, however good our methods are, because nobody is going to believe us. We don't have credibility. And that was, that's part of what I want to say. I think there's no time, so I don't want to elaborate further, but very basic problem is our people do not know who Christ is. Our people do not believe in Christ, we believe in money. I mean, that seems a generic thing, but I believe that is what I have understood over all these years. I have been with the Orthodox Church. Sorry for expressing that, but that's what I deeply believe. Thank you. Thank you. Dr. Joel. Thank you, Dineshan. Dear clergy, Achins, all, thank you all for your time. Pardon me, I just joined pretty late. I just came across the link. With reference to what Vijayachan was telling, as a Sunday school teacher, just a small intro, I'm teaching on OUSS as well as offline Sunday school. So as a teacher, a major challenge we face is namakage kittunathu oru 1.5 or 2 hours with the children. പിന്നെ ഉള്ള മെജോറിറ്റി ടൈം പേരൻസുമായിട്ടുള്ള ലിവിംഗ് ഇന്ററാക്ഷനിലാണ് പിള്ളേരും ഇറ്റ് ഈസ് they are getting their spiritual guidance and influence from, and we all can agree with the fact that പണ്ടത്തെ ഒരു parenting പോലെ അല്ല ഇപ്പോഴത്തെ ഒരു parenting skillsum, the lifestyle of children these days. So major challenge as a teacher, I can tell you from my point of view, it might be wrong, please correct me, is that parents in the motivation is pretty less. അത് മാത്രമല്ല ഏത് കുഞ്ഞായാലും ഇപ്പം I know Lisa ചേച്ചി in person, so I've seen the amount of dedication work she does for her children, all children, and even for her Sunday school children as well. So not every parent can be the same. So ഇപ്പോഴത്തെ parenting
ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ എന്തുവാ നമുക്ക് ആസ് എ ടീച്ചർ what we can do എന്നുള്ള ഒരു ചോദ്യമാണ് ഒന്ന്. രണ്ടെന്ന് പറഞ്ഞാൽ I love the paintings and the iconographies and everything that Joachim has done. For the past several years, ഈ പേരൻസിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി ദൈവാനുഗ്രഹിച്ച് by the indwelling of the Holy Spirit. OVBSൽ when we have a program here, stage program when I'm involved in choreographing dance dramas. അപ്പോൾ അവിടെ വരുമ്പോൾ I last year also I think I used a couple of paintings of Rijo Achan. Sorry Achan if I have not taken your permission, but you know it was very influential. It was very impactful to the audience. അതൊരു drama ആയിട്ടോ skit ആയിട്ട് ഉപയോഗിക്കുമ്പോൾ we address a huge gathering and I had parents coming and tell you എനിക്ക് അറിഞ്ഞില്ലായിരുന്നു that Kurban, I think last year there was a painting that I used of Achan where ഒരു സൈഡില് Achan ഒരു priest is addressing the audience and blessing the church. പിന്നെ വേറൊരു സൈഡില് ഇറ്റ് ഇസ് ജീസസ് ബ്ലെസ്സിങ് ദ ഫ്ലോക്ക്. അങ്ങനത്തെ കുറെ കമ്പാരിറ്റീവ് പെയിന്റിങ്സ് ഇടുമ്പോൾ ഇറ്റ് ഇസ് പിക്ചർ സ്പീക്സ് 1,000 words. ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഹ്യൂജ് ദ ഹ്യൂജ് ഗ്യാതറിങ് പേരൻസ് ആയാലും പിള്ളേരായാലും നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യും. സോ ഐ നോ ദറ്റ് ഇഫ് വി ടച്ച് ഓൺ ദ പേരൻസ്, ഒരു പേരന്റിനെ മോട്ടിവേറ്റ് ചെയ്താൽ ദ ഹോൾ ഫാമിലി ഈസ് ഗോയിങ് ടു ബി സ്പിരിച്വലി ഗൈഡഡ്. ഇപ്പം നമുക്കൊരു 1.5 മണിക്കൂർ പിള്ളേർ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ള ബൈബിൾ റീഡിങ്, പ്രെയർ സെഷൻസ് അറ്റ് ഹോം, എവറിത്തിങ് ഷുഡ് ബി ഡൺ ബൈ പേരൻസ്. ബട്ട് നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി ഗൾഫ് രാജ്യങ്ങളായപ്പോലും പുറത്തായപ്പോലും മദർ ഇസ് വർക്കിംഗ്, ഫാദർ ഇസ് വർക്കിംഗ്, അവർക്ക് അതിനായിട്ടുള്ള ഡെഡിക്കേഷനോ ടൈം കാണത്തില്ല. നമുക്ക് ആസ് എ ടീച്ചർ ഗൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് പേരൻസ് ആണ്. സോ what can we do as a teacher? We cannot, നമുക്ക് ഒത്തിരി പണ്ടത്തെ കൂട്ടുള്ള പേരൻസും അല്ല, നമുക്കൊന്നും പറയുമ്പോൾ ചില പേരൻസിന് ഇഷ്ടപ്പെടത്തുമില്ല. സർ അല്ലെങ്കിൽ ടീച്ചർ പഠിപ്പിച്ചാൽ മാത്രം മതി, എന്റെ കുഞ്ഞ് അങ്ങനെ ചെയ്യത്തില്ല അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യത്തില്ല എന്നുള്ള കൺസേൺസ് ആണ്. സോ ഈവൻ വെൻ വി ആർ പാർട്ട് ഓഫ് ഷപ്പീറോ മിനിസ്ട്രി ആസ് വെൽ, എന്തെങ്കിലും ഒരു നമുക്കുള്ള ADHD അല്ലെങ്കിൽ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു characteristics when we note, and as a doctor I can, when we see a child, we may not be 100% correct, but you know there are some symptoms or signs that we get. So when we inform the parent also, they're very reluctant initially, പക്ഷെ അവർ ഡയഗ്നോസ് ചെയ്ത് കിട്ടുമ്പോഴായിരിക്കും അവർ മനസ്സിലാവുന്ന okay, it's true. How can we address all these concerns? This is just in a nutshell. Thank you. Hello. Yes, Sachin, we can hear you. Okay. I think we need to wind up. In fact, I'm personally very happy that we could approach the main topic from different perspectives and with some discussion. There are very important questions, for example, the one raised by David Samuel. I think we have already received answers from great teachers. Jesus Christ is a criterion, is a measuring rod for the whole Bible, for the Old Testament and also for the New Testament writings. Old Testament പഠിപ്പിക്കാനും പ്രസംഗിക്കാനും വളരെ എളുപ്പമാണ് ആളുകൾക്ക്. കാരണം ഒത്തിരി കഥകളും വളരെ സെൻസേഷണൽ ആയിട്ടുള്ള ഇവൻസും ഒക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ട് പല സഭകളിലും അതാ പ്രധാനമായിട്ട് എടുക്കുന്നത്. ബട്ട് ഫോർ us, the whole Old Testament, the law and the prophets point to the Messiah. And as long as it points to the Messiah, we accept that. അല്ലാതെ നമ്മൾ അവിടുത്തെ ഒരു യുദ്ധവീരനായ യഹോവയെ അല്ല നമ്മൾ വന്ദിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു എങ്ങനെയാണോ ന്യായപ്രമാണം വ്യാഖ്യാനിച്ച് അതിന് പുതിയ മുഖം കൊടുത്തത്, അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ആ രീതിയിലാണ് നമ്മൾ വേദപുസ്തകത്തിൻ്റെ പഴയ നിയമം കണക്കിലെടുക്കേണ്ടത്. പുതിയ നിയമത്തിലും ഈവൻ പൗലോസ്ലീഹായുടെ പോലും അഭിപ്രായങ്ങളെയും ലേഖനത്തിലെ പല നിലപാടുകളെയും നമ്മൾ ആത്യന്തികമായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാണുന്നത്. അതൊരു ചുരുക്കമായി മാത്രം അത് പറയാം. പക്ഷേ പലപ്പോഴും നമ്മുടെ പോപ്പുലർ ടീച്ചിങ്ങിൽ ഈ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലെ കഥകളും സംഭവങ്ങളും വ്യക്തികളുമൊക്കെ വളരെ പ്രോമിനൻ്റായിട്ട് വരികയും പുതിയ നിയമത്തിൽ കർത്താവ് പഠിപ്പിച്ചതിനെ എക്ലിപ്സ് ചെയ്യുന്നുണ്ടെന്നുള്ളത് വാസ്തവമാണ്. ഇറ്റ്സ് അനദർ ഏരിയ വിത്ത് വിച്ച് വി നീഡ് ടു സ്ട്രഗിൾ. ഇൻഫാക്റ്റ് നമ്മുടെ ഈ
teaching of the young, leading of the children, ഇത് ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്, ഓൺഗോയിങ് സ്ട്രഗിളാണ് ഫ്രം ദി വെരി ബിഗിനിങ് ഓഫ് ദി ചർച്ച്. നമ്മൾ മടുത്തു പോകാതെ we should be together in discovering new areas or inventing new methods to bring them together to the light of Jesus Christ. അത് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. ബട്ട് ഐ എം വെരി വെരി ഗ്രേറ്റ്ഫുൾ to our Bijesh Achan, Tenny Achan and Rijo Achan for their presentations and also for the discussion we had this evening. Thank you very much. See you another time.